أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد السلام عليكم ورحمة الله وبركاته സൂറത്തുൽ ഇസ്രാ 17ാമത്തെ സൂറത്തിലെ 36ാമത്തെ ആയത്ത് ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അതിന്റെ ട്രാൻസ്ലേഷൻ ഒന്ന് വായിച്ചേ. തീർച്ചയായും കേൾവി, കാഴ്ച, ഹൃദയം എന്നിവയെ പറ്റിയെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഇതിന് ഹൃദയത്തിന് ഉപയോഗിച്ചുള്ള വാക്യതാ ഫുആദ്. ഫുആദ് അല്ലേ? മറ്റൊരു പദം ഏതാ ഖുർആൻ ഉപയോഗിക്കുന്നത്? കൽബ്. കൽബ്. അപ്പൊ എന്ത് രണ്ടും തമ്മിൽ വ്യത്യാസം എന്താ? ഫുആദും കൽബും തമ്മിൽ എന്താ വ്യത്യാസം? ഖുർആന് രണ്ട് പദങ്ങളാണ് ഹൃദയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഒന്ന് ഫുആദ്, ഒന്ന് കൽബ്. കൽബ് എന്ന വാക്ക് വരുന്നത് തക്കല്ലബു എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്. അർത്ഥം ചേഞ്ച് ചെയ്യുക. കാരണം ഹൃദയം കോൺസ്റ്റന്റ്ലി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഷിഫ്റ്റിംഗ് പൊസിഷൻ. കാരണം ഹൃദയം അടിക്കുമ്പോൾ അതിൻ്റെ പൊസിഷൻ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഫിഗറേറ്റീവായി പറയുകയാണെങ്കിൽ ഹൃദയത്തിൻ്റെ ഇമോഷൻസും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ അർത്ഥത്തിൽ കൽബ് എന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുന്ന സാധനം. ഫുആദ് എന്ന് പറയുന്ന പദം വരുന്നത് ഫആദ, അതായത് ഒരു തുറന്ന കണലിൻ്റെ മുകളിൽ നമ്മൾ ഇറച്ചി വേവിക്കൂലേ, അതാണ് ലഹം ഫഈദ് എന്ന് പറഞ്ഞാൽ റോസ്റ്റഡ് ഫ്ലഷ് എന്നർത്ഥം. റോസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് ഞങ്ങൾ മറ്റേ ആടിനൊക്കെ മറ്റേ കുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കണത്, അടിയിൽ തീ കത്തിച്ചിട്ട്, ആ പരിപാടിക്കാണ് എന്ത് പറയുക, ഫഈദ് എന്ന് പറയുക. ഫആദ അത് ഓപ്പൺ ഫ്ലെയിമിൻ്റെ മുകളിൽ ഇറച്ചി വേവിക്കുന്നതിനാണ് എന്ത് പറയുക, തിരിയണ കോഴി. ഏകദേശം മനസ്സിലായില്ല എന്താണെന്നുള്ളത്. അതിനാണ് ലഹം ഫഈദ് എന്ന് പറയുക, റോസ്റ്റഡ് ഫ്ലഷ്. അപ്പോൾ ദ ഐഡിയ ബിഹൈൻഡ് ഫുആദ് ഇസ് ദാറ്റ് ഹാർട്ട് ഈസ് ബീങ് ഇൻറ്റൻസിഫൈഡ്. ഹൃദയം ഭയങ്കര ഇൻറ്റൻസിഫൈറ്റ് ഹീറ്റഡ് അപ്പ് ആവുക, വളരെ ചൂട് കയറുക എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ വൈസ് അല്ല, ഇമോഷൻ വൈസ്. മറ്റൊരു വാക്ക് പറഞ്ഞാൽ വെൻ യുവർ ഇമോഷൻസ് ആർ എക്സൈറ്റഡ്, വെൻ യു ആർ എക്സ്ട്രീംലി ആംഗ്രി, എക്സ്ട്രീംലി ഹാപ്പി, എക്സ്ട്രീംലി സ്കേർഡ്, എക്സ്ട്രീംലി കറേജിയസ്, ഇങ്ങനത്തെ എക്സ്ട്രീം അവസ്ഥകൾക്കൊക്കെയാണ് ഫുആദ് എന്ന് പറയാം. മനസ്സിലായില്ലേ? ഹൃദയത്തിൻ്റെ വികാരം വളരെ എക്സ്ട്രീം അവസ്ഥയിലേക്ക് മാറുമ്പോൾ, ഇപ്പം ഞാൻ സന്തോഷവാനാണ്, പക്ഷേ അമിതമായിട്ടുള്ളൊരു സന്തോഷ ലെവലെത്തുമ്പോൾ അത് എന്താണ്, ഫുആദായി മാറും. എന്നുവെച്ചാൽ എൻ്റെ നോർമൽ ഹാർട്ട്, എൻ്റെ നോർമൽ കൽബ് അത് ഫുആദായിട്ട് മാറും. എനിക്ക് നോർമലായിട്ട് ദേഷ്യം വരും, എന്ത് വേണ്ട കാട്ടുന്നത്, അത് നോർമൽ ഹീറ്റാണ്. പക്ഷേ നല്ലോണം ദേഷ്യം കയറി പിടിച്ച് അടിക്കാനൊക്കെ പോകുന്നൊരവസ്ഥ ഉണ്ട്, കൺട്രോൾ വിട്ടിട്ട് കിട്ടിയെടുത്ത് കണ്ട് കൊടുക്കുക എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിലൊക്കെ നീങ്ങുമ്പോൾ അത് ഫുആദാവുകയാണ്. എന്ന് പറഞ്ഞാൽ എ ഹാർട്ട് ഇൻ വിച്ച് ഈസ് അബ്നോർമലി എക്സൈറ്റഡ്. ആ എക്സൈറ്റഡ് എന്ന് പറയുന്നത് ഏത് ഇമോഷൻ്റെ മുകളിലും ആവാം. ദേഷ്യത്തിൻ്റെ മുകളിലാവാം, സങ്കടത്തിൻ്റെ മുകളിലാവാം, സന്തോഷത്തിൻ്റെ മുകളിലാവാം, ധൈര്യത്തിൻ്റെ പുറത്താകാം, എന്തിനു പുറത്തും അമിതമായി കൊണ്ട്, അസാധാരണമായി കൊണ്ട് ഹൃദയത്തിൻ്റെ ഇമോഷൻസ് ഹൈ ആകുന്ന ഒരവസ്ഥക്കാണ് ഫുആദ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫഈദ് എന്ന് പറയാം കേട്ടാ. അപ്പോൾ നോർമൽ സർക്കംസ്റ്റാൻസ് ആണെങ്കിൽ കൽബ് എന്നാണ് വാക്ക് ഉപയോഗിക്കുക. നോർമൽ അവസ്ഥയിൽ സാധാരണ ഇപ്പം നമ്മളിപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ കൽബ്, നമ്മളെ ഹൃദയം കൽബ് എന്നാണ് പറയാം. പക്ഷേ ഞാൻ വളരെയധികം എൻ്റെ ഇപ്പോഴത്തെ മറ്റേ മാനസികാവസ്ഥ മാറിയിട്ട് ഏതെങ്കിലും ഒരു ഇമോഷൻ അമിതമായി കൊണ്ട് എന്നെ ഓവർടേക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഹൃദയം ഫുആദായിട്ട് മാറും, കൽബ് ഫുആദായിട്ട് മാറും. അപ്പോൾ ഫുആദിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാനു അൻഹു മസ്ഊല. നിശ്ചയം കണ്ണും കാതും മനസ്സുമെല്ലാം. ഇവിടെ മനസ്സ് എന്നാണ് സാധാരണ ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടുള്ളത്, പക്ഷേ മനസ്സ് എന്നുള്ളത് ഹൃദയം എന്നുള്ളതാണ്. മനസ്സ് തന്നെ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത്. അപ്പോൾ ആ പറഞ്ഞ അർത്ഥം എന്താ? എന്താണ് ചോദ്യം ചെയ്യപ്പെടുന്നത്? അതായത് കേൾവി, കാഴ്ച, എക്സൈറ്റഡ് ആയിട്ടുള്ള ഹൃദയം, നോർമൽ ഹൃദയമല്ല, അമിതമായിട്ടുള്ള വൈകാരിക രൂപത്തിലുള്ള എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരു ഹൃദയം തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടുന്നു. അപ്പോൾ ഞാൻ എന്ത് കേട്ടു എന്ന് മാത്രമല്ല ചോദ്യം ചെയ്യപ്പെടുക, ഞാൻ എന്ത് കണ്ടു എന്ന് മാത്രമല്ല ചോദ്യം ചെയ്യപ്പെടുക,
എൻ്റെ എക്സൈറ്റഡ് അവസ്ഥയിൽ അബ്നോർമൽ ആയിട്ടുള്ള എമോഷൻസ് വന്ന് കുടുങ്ങിയുള്ള അവസ്ഥയിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചോദ്യം ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ഇമോഷൻസിനെയും കൺട്രോൾ ചെയ്യണം എന്നുള്ളത്. കറക്റ്റ്. അപ്പോൾ ഇമോഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറയാം. ആക്ഷൻസ് ഉണ്ടാവും. യെസ്, ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് സാധാരണയൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന ഒരു എക്സാമ്പിളാണ്. ഞാനിന്ന് ജോലിക്ക് എത്തിയത് വളരെ നേരം വൈകിട്ടാണ്. സാധാരണ ഞാൻ 8 മണിക്ക് എത്തേണ്ട ആൾ ഇന്ന് എത്തിയത് ഒരു 9 മണിക്കാണ്. എൻ്റെ ബോസാണെങ്കിൽ വളരെയധികം ദേഷ്യത്തിലാണ്. കാരണം 8:30 ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, കൂടാതെ 8 മണിയോട് കൂടിയിട്ട് എന്നെ ഏൽപ്പിക്കപ്പെട്ട ഒരു ദൗത്യമുണ്ടായിരുന്നു. അതിന് റിപ്പോർട്ട് കൊടുക്കാനുണ്ടായിരുന്നു. അത് പൂർത്തിയായിട്ടില്ല. അദ്ദേഹം രാവിലെ തന്നെ വന്നിട്ട് ആ റിപ്പോർട്ടായിട്ട് വേണം അദ്ദേഹത്തിന് സിഇഒനെ പോയി കാണാൻ. പക്ഷെ കാണാൻ പോയി നോക്കുമ്പോൾ ഞാൻ എത്തിയിട്ടില്ല, റിപ്പോർട്ടുമില്ല. സ്വാഭാവികമായിട്ടും വളരെയധികം ദേഷ്യത്തിലായിരിക്കും എൻ്റെ മുതലാളി, നമ്മുടെ ബോസ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് എല്ലാ ദേഷ്യവും സ്റ്റാഫുകളുടെ മുമ്പിൽ വെച്ച് എന്നെ പറയാമെന്നൊക്കെ പറഞ്ഞു. മാത്രമല്ല, 10-25 കൊല്ലമായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത എൻ്റെ അഭിമാനവും പേരും പ്രശസ്തിയും ഒക്കെ ഒറ്റ നിമിഷം കൊണ്ട് വെള്ളത്തിലാകും. ആളുകളുടെ മുമ്പിലൊക്കെ ഞാൻ പരിഹാസ്യനായി മാറി. അത് മാത്രമല്ല, എനിക്കാണെങ്കിൽ ഇന്ന് നേരത്തെ വീട്ടിലേക്ക് വരും വേണം. കാരണം തദബ്ബറിൻ്റെ ക്ലാസ്സും ഉണ്ട്. 6 മണിക്കാണ് തദബ്ബറിൻ്റെ ക്ലാസ്. അപ്പോൾ ഓഫീസ് നേരത്തെ ഇറങ്ങണം. അല്ലെങ്കിൽ ട്രാഫിക്കിൽ പെട്ട് കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ നിങ്ങളിവിടെ കാത്തുക്കും, ഞാൻ ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഇതൊക്കെ ഞാൻ അവിടെ ചാടി നേരത്തെ കൊടുക്കാനുള്ള റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി വേഗം കൊടുത്ത് ഓഫീസിൽ നിന്ന് ചാടി. പക്ഷേ വണ്ടി എടുത്ത് പുറത്തിറങ്ങിയപ്പോഴാണ് ട്രാഫിക് ജാം. കാരണം ഒരു ആക്സിഡൻറ്റ് വഴിയിൽ വണ്ടി ഫുള്ള് ബ്ലോക്ക്. അങ്ങനെ ബ്ലോക്കിൽ പെട്ട് ഏകദേശം 6 മണിക്ക് എത്തേണ്ട ആൾ ഒരു 6:20 ആകുമ്പോൾ വീട്ടിലേക്ക് ഓടി വന്ന്, അങ്ങനെ വീട്ടിലേക്ക് കയറി വന്ന്. വീട്ടിലാണെങ്കിൽ ഭാര്യ നേരം വെളുത്ത് വൈകുന്നേരം വരെ വീട്ടിലുണ്ട്. ഇനി എൻ്റെ ഈ മോശമായ ദിവസത്തിൻ്റെ അനന്തരഫലം ആരാ അനുഭവിക്കുക? ഭാര്യ അല്ലേ? ഭാര്യ ഡോർ തുറക്കുന്നു, വളരെ പുഞ്ചിയോട് പോയിട്ട്. കണ്ണാടൊന്നും ഇട്ടില്ല. സാധാരണ കണ്ണട ഉപയോഗിക്കുന്ന മാതിരി അന്ന് കണ്ണട വെച്ചിട്ടില്ല. ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല മേക്കപ്പൊക്കെ ഇട്ട്, പുതിയ ഡ്രസ്സൊക്കെ ഇട്ട്, വളരെ ഞാൻ ഇഷ്ടപ്പെടുന്ന വസ്ത്രമൊക്കെ ധരിച്ചിട്ട്, നല്ല ഡോർ തുറന്നപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കിയതിൻ്റെ ഒരു മണക്ക് വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരവസ്ഥയിൽ ഭാര്യ ഡോർ തുറന്നേക്ക് ഞാൻ എന്താ ചോദിക്കുക? ഈ കൊലത്തി കണ്ട ഭാര്യയോട് എന്തായാലും ചോദിക്കുക? പറയടൂ. എന്തായിരിക്കും ഞാൻ എൻ്റെ ഭാര്യ ചോദിക്കുക? അസാധാരണമായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഭാര്യനെ കണ്ടാലും ഞാൻ എന്താ ചോദിക്കുക ആദ്യമായിട്ട്? എന്തെങ്കിലും കുടുംബല്ലേ, എത്താളുകള് എന്താ ചോദിക്കാന്ന്? ഇജിപ്പോ എടുക്കാതിരിക്കൂലേ? ഇജിപ്പോ ആ ഇജിപ്പോ ഇങ്ങനെ ഒരുങ്ങി പിടിച്ച് എടുക്ക ഈ ഫോണ് ചോദിക്കും അല്ലേ? അതെ. അതായത് ഞാനല്ലേ കാണാൻ വരണ്ടായിരിക്കും. ഇതൊക്കെ ഈ ചോദ്യമൊക്കെ എന്തുകൊണ്ടാണ് ചോദിക്കണത്? ഇതൊക്കെ ഓഫീസിലത്തെ റിഫ്ലക്ഷനാണത്. അതല്ല നല്ല രൂപത്തിലാണെങ്കിലോ, ഹൈ ഇന്നലെ മൊഞ്ചത്തേനിലൊന്നും എന്താ സംഭവം എന്ന് ആ രൂപത്തിലേക്ക് ചോദിക്കുക അല്ലേ? അപ്പോ പിന്നെ അവിടെ ഉണ്ടാവണ കാര്യം ഞങ്ങൾ പറയുന്നില്ല അല്ലേ? അവിടെ അങ്ങനെ ചോദിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭാര്യയ്ക്ക് കേട്ടാന്നുണ്ടാവുക, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തുണ്ടാക്കി വന്ന ആ മനുഷ്യനോട് പറഞ്ഞ വർത്താനപ്പത് എന്ന് പറയുകൊണ്ട് ഓളുടെ വായന്നുള്ള വേറെ ഞാൻ കേൾക്കേണ്ടി വരും. ഇപ്പം 2 കൂട്ടരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി എന്താ ഉണ്ടാവുക? അന്നത്തെ ദിവസം ഇന്നലില്ലാഹി വ ഇന്നലൈഹി റാജിഊനാവും അല്ലേ? ഇതിപ്പോൾ എന്താ ഉണ്ടായത് സംഭവം? ഇതൊക്കെ എന്താ കാരണം? ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ കാരണം എന്താ? ലേറ്റ് ആയിട്ട് പോയി. എന്താണ് നിങ്ങൾ ഉറക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ബെഞ്ച് പോയി നിർത്തേണ്ടി വരികയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ എന്താ കാരണം? അതെങ്ങനെ?
ഇമോഷൻസ് കൺട്രോൾ ചെയ്യാത്തോണ്ട്. പക്ഷെ ആരാ പോയി പറഞ്ഞത്? എവിടുന്ന് ഒരു അശ്ലീലി തന്നെ പോലെ തോന്നിருக்கு. എവിടുന്നാണത്? എന്തായാലും ക്യാമറ ഓണാക്കിയവരല്ല, വേറെ എവിടുന്നാ വരുന്നത്. അതായത് ഓഫീസിൽ എനിക്ക് മോശമായ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ആ ദേഷ്യം മുഴുവനും അതിൻ്റെ ഫ്രസ്ട്രേഷൻസ് മുഴുവൻ ഞാൻ കാണിച്ചത് ആരോടാ? എൻ്റെ ഭാര്യയുടെ ഭാര്യയോടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഈ പെരുമാറ്റം കണ്ട ഭാര്യ ദേഷ്യം പിടിച്ച് റൂമിലേക്ക് പോയി ഡോറടച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഇട്ട മേക്കപ്പൊക്കെ കഴുകി കളഞ്ഞ് ദേഷ്യം പിടിച്ച് വന്നിരിക്കുക. അതിനൊക്കെ ഞാനും പോയി ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് ഫ്രഷൊക്കെ ആയി ഒന്ന് ഒതെടുത്ത് ഒക്കെ നിസ്കരിക്കാളൊക്കെ നിസ്കരിച്ച് വന്നപ്പോൾ ഏകദേശം ശാന്തായി. ആര്? ഞാനേ. പക്ഷെ ഭാര്യ, എൻ്റെ അവസ്ഥ ഭാര്യയ്ക്ക് വന്ന്, ഭാര്യ മുഖം മുറിപ്പിച്ചിരിക്കുക. അപ്പം ഞാൻ എന്താ പോയിട്ട് പറയാം? അതെ, ഇന്ന് ഓഫീസ് വളരെ മോശമായ അവസ്ഥയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഭാര്യ വിടുവോ? പ്രത്യേകിച്ച് തന്നോർത്താൽ തീരെയും വിടൂല. നിങ്ങൾ ഓഫീസ് അയച്ചിട്ട് എൻ്റെ മെത്തൊക്കെ കുതിര കയറുക എന്ന് ചോദിക്കും അല്ലേ? അപ്പോൾ ഞാൻ പറയാം, എനിക്കറിയാലോ ഞാൻ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനല്ല, പിന്നെ എന്താ ചെയ്യുക, അപ്പോഴത്തെ ഒരു ദേഷ്യം കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഈ വാചകങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാ? ഞാൻ അങ്ങനത്തെ ഒരാളല്ല, പക്ഷേ സാഹചര്യം കൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ്, ക്ഷമിക്കുക എന്നുള്ളത്. അങ്ങനത്തെ ഒരു വാചകം നിങ്ങൾക്ക് ഓർമ്മണ്ട എവിടെയെങ്കിലും? താടോ, നിങ്ങളുടെ ലൈഫിൽ ഒന്നും നടക്കണില്ലേ? എന്താണിത് ഇങ്ങനെ മേപ്പെട്ടൊക്കെ ഇരിക്കണേ? ഇത് സാധാരണ ഒരു കുടുംബത്തിൽ ഉണ്ടാവുന്ന സീനാണിത്. എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പുയ്യാപ്പിള വെച്ച് കഴിഞ്ഞാൽ പറയും, അതേ ഇജ്ജ് വിട്ടാളെ, ഞാനത് അപ്പത്തെ ഒരു ദേഷ്യത്തിന് പറഞ്ഞാണ്, ഞാൻ അങ്ങനത്തെ ഒരാളെ എനിക്ക് അറിഞ്ഞൂടെ, ഇത്ര കാലം എൻ്റെ കൂടെ ഇതിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറയും. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തേ പറഞ്ഞാൽ നിങ്ങളോട്? നാളെ അള്ളാഹുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്നിട്ട് അവിടെ അതിൻ്റെ പുറത്ത് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ, നാളെ അള്ളാഹുടെ മുമ്പിൽ പോയിട്ട് പടച്ചോനെ ഞാൻ അപ്പം അങ്ങനത്തെ ഒരു മോശമായ അവസ്ഥയിലായിരുന്നു, അതുകൊണ്ട് സംഭവിച്ചു പോയാന്ന് പറഞ്ഞാൽ അള്ളാഹ് വിടാൻ പോകുന്നില്ല. മനസ്സിലാണ്ടാ പറഞ്ഞത്? ഞാൻ ദേഷ്യത്തിൽ വന്നിട്ടാണ് ഒരുത്തനെ അടിച്ചത്, പടച്ചോനെ ഞാൻ അങ്ങനെ ചെയ്തു പോയി, ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഞാൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിൽ എൻ്റെ കൂടെ സംഭവിച്ചു പോയതാണ്. അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് ഞാൻ അപവാദം പറയുണ്ടാക്കി, ഞാൻ അങ്ങനെ പറഞ്ഞ ഒരാളല്ല, പക്ഷേ എൻ്റെ ഒരു അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. അങ്ങനെയൊക്കെ പോയിട്ട് അള്ളാഹുടെ മുമ്പിൽ പറഞ്ഞാൽ നടക്കുമോ? നടക്കൂല. അതാണ് അള്ളാഹ് പറഞ്ഞത്. നിങ്ങളുടെ ഹൃദയം ഹീറ്റായ അവസ്ഥയിൽ അസാധാരണമായിട്ട് ഇമോഷൻസ് കൂടിയ സമയത്ത് നിങ്ങൾ എന്ത് പറയുന്നോ, നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നോ, അതൊക്കെ നാളെ അള്ളാഹുടെ മുമ്പ് നിങ്ങൾ സമാനം പറഞ്ഞു വരിട്ടാന്ന്. അവിടെ എന്നിട്ട് നിങ്ങൾ പടച്ചോനെ ഞാൻ അങ്ങനത്തെ ഒരാളല്ല, അനക്കിന്നെ അറിഞ്ഞൂടെ, ഇതിൻ്റെ സൃഷ്ടാവല്ലേ, ഞാൻ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിലേക്ക് സംഭവിച്ചു പോയതാണ്, ഞാൻ അങ്ങനെ ഓളെ ഇടപാട് തീർക്കാൻ ഉദ്ദേശമൊന്നുമല്ല, പക്ഷെ അങ്ങനെ അതിൽ നിന്നാണ് വന്നു പോയി, അല്ലെങ്കിൽ ഞാൻ അവനെ അടിക്കാൻ ഉദ്ദേശമല്ല, പക്ഷെ അടിച്ചപ്പോൾ അറിയാതെ കിട്ടിയ സാധനം കത്തിയിരുന്നു, അത് എറിഞ്ഞു മരിച്ചു പോയതാണ്. ഇതൊക്കെ പറയാൻ പറ്റുമോ? ഒരു കോടതിയിലും പറയാൻ പറ്റില്ല. ഇനി കോടതി പോയിട്ട് പറയണേ ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ എൻ്റെ കൈ കിട്ടിണ്ട് എറിഞ്ഞു, അത് ഏതോ കഷ്ടകാലം പോലെ തലക്ക് കൊണ്ട് അതുകൊണ്ട് മരിച്ചെന്ന് പറഞ്ഞാൽ കോടതി വെറുതെ വിടുമോ? വിടൂല. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ കാഴ്ചയും നിങ്ങളുടെ ഇമോഷൻസ് ഓവറായി നിൽക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ചെയ്യണ പ്രവർത്തികൾക്കൊക്കെ കാന അൻഹു മസ്ഊല, നാളെ അള്ളാഹിന്റെ മുമ്പിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? സമാധാനം പറയേണ്ടി വരും. അതല്ലേ? ഇവിടെ ഫുആദിന് പകരം കൽബാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ അള്ളാഹു ഇവിടെ ഉപയോഗിച്ചത് ഫുആദാണ്. കേട്ടാ? പിന്നെ രണ്ടാമത്തെ എക്സാമ്പിൾ സൂറത്ത് ഖസസ് 28-ാമത്തെ സൂറത്തിലെ 10-ാമത്തെ ആയത്ത് വേഗം എടുക്കുക. വ അസ്ബഹ ഫുആദു ഉമ്മി മൂസ ഫാരിഗ ഇൻ കാദത് ലതുബ്ദി ബിഹി ലൗല അർറബത്നാ അലാ ഖൽബിഹ ലിതകൂന മിനൽ മുഅ്മിനീൻ. കിട്ടിയാ? ഒരു മിനിറ്റ് കേട്ടാ. കഴിഞ്ഞ ആയത്തില് ആ നിശ്ചയം കണ്ണും കാതും മനസ്സും എല്ലാം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതാകുന്നു. ഉം. അതിന്റെ തൊട്ടു മുന്നേ നിനക്ക് അറിഞ്ഞുകൂടാത്ത സംഗതികളുടെ പിന്നാലെ കൂടാതിരിക്കുക. ഉം. അത് കഴിഞ്ഞിട്ടാണ് നിശ്ചയം കണ്ണും കാതും മനസ്സും എല്ലാം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതാകുന്നു എന്ന് പറയുന്നത്. ഉം. അപ്പൊ നിനക്ക് അറിഞ്ഞുകൂടാത്ത സംഗതികളുടെ പിന്നാലെ കൂടാതിരിക്കുക. സത്യം അത് പറഞ്ഞാൽ കഴിഞ്ഞിട്ട്
അതിൻ്റെ മുകളിലുള്ള പശ്ചാത്തലം നോക്കിയിട്ടില്ല. ഞാനിവിടെ സത്യം പറഞ്ഞാൽ ശരിക്കും ഈ ഫുആദും കൽബും മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. അത് വേണമെങ്കിൽ നമുക്ക് റെഫർ ചെയ്തിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം പറയാം കേട്ടാ. ഞാൻ അതല്ലാന്നുണ്ടെങ്കിൽ ഒരുമിച്ച് നോക്കണമെങ്കിൽ ഇപ്പോൾ ഒരുമിച്ച് നോക്കുകയും ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അത് എന്താണ് മുമ്പിലത്തെ ആയത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടെ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഫുആദ് കൽബ് തമ്മിലുള്ള പദത്തിൻ്റെ വ്യത്യാസമാണ്, ഫിഗർ ഓഫ് സ്പീച്ചാണ് കേട്ടാ. ഓക്കെ 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 ഫുആദ് എന്ന് പറയുമ്പോൾ അസാധാരണമായിട്ട് ഇമോഷൻസ് ഹൈ ആയി നിൽക്കുന്ന അവസ്ഥയിലുള്ള ഹൃദയത്തിനാണ് ഫുആദ് എന്ന് പറയാം. നോർമൽ അവസ്ഥയിലുള്ള ഹൃദയത്തിന് കൽബ് എന്നാണ് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇൻഷാല്ലാ നമുക്ക് നോക്കാം, നോ പ്രോബ്ലം. പിന്നെ ഉള്ളത് ഇപ്പോൾ സൂറത്തുൽ ഖസസിലെ 28-ാമത്തെ സൂറത്തിലെ 10-ാമത്തെ ആയത്ത്. എല്ലാവരും എടുത്താ? എന്താണ് അതിൻ്റെ ആയത്ത്? എന്താ ആ അർത്ഥം? എന്താ? മൂസയുടെ മാതാവിൻ്റെ മനസ്സ്, അവിടെ മനസ്സെന്നാ കൊടുത്തുള്ളത്. അതെ, അതേതാ തഫ്സീർ? അമാനി മൗലിയോ? ആ അതന്നെ. മറ്റേ ഇതിൽ കൊടുത്തിരിക്കുന്നത് മനസ്സ് എന്നുള്ളതാണ്. ഇതിൽ മറ്റേ അബുൽ മദൂദിയുടെ. ഇപ്പം മൂസയുടെ മാതാവിൻ്റെ മനസ്സ് പിടക്കുകയായിരുന്നു. അസ്ബഹ ഫുആദു ഉമ്മി മൂസ ഫാരിഗ. നമ്മുടെ വാഗ്ദത്തിൽ വിശ്വസിക്കുന്നവളാകാൻ നാം അവളുടെ ഹൃദയത്തെ ദൃഢീകരിച്ചിരുന്നില്ലെങ്കിൽ അവൾ ഈ രഹസ്യം വെളിപ്പെടുത്തുമാറായിരുന്നു. എന്താ മനസ്സിലായത് നിങ്ങൾക്ക്? മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ ആകെ ഇങ്ങനെ പെടക്കുന്ന അവസ്ഥയായിരുന്നു. ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ. എന്താ കാരണം? മകനെ ആ പുഴയിലിടും. കുട്ടീനെ, ചോരക്കുഞ്ഞായ കുട്ടീനെ നേരെ ഇപ്പോൾ കൊട്ടയിൽ വെച്ചിട്ട് എവിടുക്ക വിട്ടുള്ളത്? പറമ്പിലും പാടത്തുനിന്നല്ല, നേരെ നൈൽ നദിയിലെ വെച്ചു കൊടുത്തുള്ളത്. ഈ നൈൽ നദിയുടെ ഒരു പ്രശ്നമുണ്ട്. നൈൽ നദി പറഞ്ഞാൽ ഭയങ്കര എന്താണ് റഫായിട്ടുള്ള ഒരു നദിയാണ്. ഇങ്ങനെ ഓളങ്ങളൊക്കെ കാണാം. പക്ഷേ ചരിത്രം പറഞ്ഞത് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ആ തൊട്ടി ആ വെള്ളത്തോട് സ്പർശിച്ചതോട് കൂടിയിട്ട് ശാന്തമായി എന്നുള്ളതാണ്. പിന്നെ വളരെ ശാന്തമായിട്ട് ഒഴുകാൻ തുടങ്ങി. അതായത് മുമ്പത്തെ അവസ്ഥയിൽ കണ്ടിങ്ങനെ ഓളടിക്കുമ്പോൾ വെള്ളമൊക്കെ എന്താവും, കൊട്ടയിലേക്ക് തെറിക്കുന്നൊരവസ്ഥ വരും. കാരണം കണ്ടു ഞങ്ങൾ ഓളടിക്കുമ്പോൾ, നമ്മൾ വഞ്ചിയിലൊക്കെ പോവുകയാണെങ്കിൽ ഓളടിക്കുമ്പോൾ വഞ്ചിയിലൊക്കെ വെള്ളം കയറും. അങ്ങനത്തെ അവസ്ഥ ഉണ്ടായിരുന്ന നദി ഈ തൊട്ടി അല്ലെങ്കിൽ ഈ കൊട്ട വെള്ളത്തോട് സ്പർശിച്ചതോടുകൂടി വെള്ളം ശാന്തമായി. പിന്നെ ഈ കൊട്ടക്ക് ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ ഒഴുകി പോയി തുടങ്ങി, ഒരു പ്രശ്നമില്ലാതെ. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഖുദ്റത്തിലാണൊക്കെ. അപ്പോൾ ഇമോഷൻസ്, അപ്പോൾ എന്താണ് ഇവിടുത്തെ ഇമോഷൻ? ഈ മാതാവിൻ്റെ ഇമോഷൻ എന്താണ്? നിങ്ങൾ ആലോചിക്കണം ഈ മാതാവിൻ്റെ അവസ്ഥ. ഈ മാതാവ് എങ്ങനെയാണ് ഇപ്പോൾ കുട്ടിനെ പ്രസവിക്കുന്നത്? അന്നത്തെ കാലത്ത് നിയമം എന്താണ്? ഒരു കൊല്ലത്തെ കുട്ടികളെ വധിക്കും, പിറ്റത്തെ കൊല്ലത്തെ കുട്ടികളെ വധിക്കൂല. പിന്നൊരു കൊല്ലത്തെ കുട്ടിനെ വധിക്കും, അതായത് പ്രസവിച്ച കുട്ടികളൊക്കെ ആൺകുട്ടികളൊക്കെ വധിക്കും, പിറ്റത്തെ കൊല്ലം പ്രസവിക്കുന്ന ആൺകുട്ടികളെ വധിക്കൂല. അതെന്തുകൊണ്ട് അങ്ങനെ ആക്കാൻ കാരണം? അതെന്താ അങ്ങനെ ആക്കാൻ കാരണം അറിയോ? ഒരു കൊല്ലം വിട്ട് ഒരു ഇടവിട്ടുള്ള വധിക്കൽ ഫിറഔന് പുറപ്പെടുവിക്കാൻ കാരണം എന്താ? അവർക്ക് ജോലി ചെയ്യാൻ ആളെ കിട്ടാൻ. അതായത് മറ്റേ തുടക്കത്തിലുണ്ടായിരുന്ന വിളംബരം എന്ന് പറഞ്ഞാൽ ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും കൊല്ലണമെന്നായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അഡ്വൈസർമാർ, എക്കണോമിക് അഡ്വൈസർ എന്ന് പറഞ്ഞത്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. കാരണം ഈ വയസ്സായിട്ടുള്ള ആളുകളൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ സ്ഥാനത്തേക്ക് പിന്നെ പുതിയ തലമുറ അല്ലെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ സ്ഥാനത്ത് വന്നിട്ട് നമുക്ക് ദാസ്യപ്പണി ചെയ്യാൻ അല്ലെങ്കിൽ മറ്റേ അടിമപ്പണി ചെയ്യാനുള്ള ആളുകൾ ഉണ്ടാവില്ല. കാരണം നമ്മളെല്ലാവരും പെണ്ണുങ്ങൾ കിട്ടി കാര്യമില്ലല്ലോ. കാരണം പിരമിഡും സാധനമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അത്യാവശ്യം നല്ല മല്ലന്മാരനെ വേണ്ടേ? അപ്പോൾ ആൺകുട്ടികൾ വേണം. അവരെല്ലാവരും വധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയൊരു ഇക്കണോമിക് ക്രൈസിസ് ആയിട്ട് മാറും. കാരണം നമുക്ക് ആളുകൾ ഉണ്ടാവില്ല. അപ്പോഴാണെന്ന് തീരുമാനിച്ചത്, ഒരു കൊല്ലത്തും ജനിക്കുന്ന കുട്ടികളെ വെറുതെ വിടാം, പിന്നത്തെ കൊല്ലം ജനിക്കുന്ന കുട്ടികളെ വധിക്കാം, പിന്നത്തെ കൊല്ലം ജനിക്കുന്ന കുട്ടികളെ വെറുതെ വിടാം. അങ്ങനെ ഇടപെട്ട് കൊണ്ടുള്ള ഒരു സംഗതി തീരുമാനിച്ചത് അതുകൊണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടികളെ വധിക്കണ്ട എന്നുള്ള കൊല്ലത്തിലാണ് ഹാറൂൻ അലൈഹി ഇസ്ലാം ജനിക്കുന്നത്. കുട്ടികളെ വധിക്കേണ്ട കൊല്ലത്തിലാണ് ആര് ജനിക്കുന്നത്? മൂസ അലൈഹി ഇസ്ലാം ജനിക്കുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഒരു സംഗതി പറഞ്ഞാൽ, ഒരു ഗർഭം മറച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഒരു 2, 3, 4 മാസം വരെയൊക്കെ മാക്സിമം പിടിച്ചിരിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ
ശാരീരികമായി കൊണ്ട് തന്നെ ഒരാളുടെ ഗർഭം പ്രകടമാവും. അപ്പോൾ ഈ ഉമ്മ എന്ന് പറയുന്ന മൂസ അലൈഹി ഇസ്ലാമിൻ്റെ മാതാവ് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടായിരിക്കും ആ ഒരു ഗർഭത്തെ മറച്ചു പിടിച്ചുകൊണ്ട് 9 മാസം അല്ലെങ്കിൽ 10 മാസം തള്ളി നീക്കിയത്. ആലോചിച്ചോ, നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആണുങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും. എങ്ങനെ ആയിരിക്കും ആ ശാരീരികമായിട്ടുള്ള അവസ്ഥയെ മറച്ചു പിടിച്ചും കൊണ്ട് ഒരാളെയും അറിയിക്കാതെ? കാരണം എന്താ, അറിഞ്ഞു കഴിഞ്ഞാൽ ഫിറാവുൻ്റെ പട്ടാളക്കാരുടെ കണ്ണിൽ പെടും. ഫിറാവുൻ്റെ പട്ടാളക്കാരുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ ഇത് എപ്പോഴാ പ്രസവിക്കാൻ നോക്കി നിൽക്കുകയും ചെയ്യും. അത് സമയം വന്ന് അവർ കൊണ്ട് കൂട്ടിനെടുത്ത് അറുത്ത് കൊല്ലുകയും ചെയ്യും. അപ്പോൾ അവരൊക്കെ നിന്നൊക്കെ മറച്ചു പിടിച്ച് അത്യാവശ്യത്തിന് മാത്രം വീട്ടിൽ നിന്ന് പുറത്ത് പോയി അങ്ങനത്തെ രൂപത്തിലൊക്കെ ആയിട്ടാണ് എന്ത് ചെയ്യണത്, പ്രസവിക്കുന്നത്. പ്രസവിക്കുന്ന സമയത്തുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് ഇപ്പം ഞാൻ പറഞ്ഞില്ല. അല്ലാതെ എന്താണ് AC ഇട്ട മറ്റേ തിയേറ്ററിൽ പോയിട്ട് ലേബർ വാർഡിൽ പോയിട്ടല്ല ഈ പ്രസവം. പ്രസവം പറഞ്ഞത് അവനവൻ്റെ വീട്ടിലാണ്. എന്താണെങ്കിലും വീട്ടിലൊരു സ്ത്രീ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് ആ തൊട്ടപ്പുറത്ത് ഒരു 10 വീടുകൾ അറിയാതിരിക്കില്ല. കാരണം അന്നത്തെ കാലത്ത് ആൾക്കാർ ജീവിച്ചിരുന്നത് വളരെ വളരെ ഇടുങ്ങിക്കൊണ്ടാണ്. ഒരേ ചുമര് തന്നെ അപ്പുറത്തും ഇപ്പുറത്തുള്ള വീടുകളാണ്. അങ്ങനത്തെ ഒരു ചേരിയായിരുന്നു ബനി ഇസ്രായേലിൻ്റെ ചേരി. അപ്പോൾ അവിടെ അത് മാത്രമല്ല, എപ്പോഴും പട്ടാളക്കാരിങ്ങനെ പട്രോളിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ട്. കാരണം എന്താണ്, എവിടെയെങ്കിലും കുട്ടി ജനിച്ചാൽ അപ്പോൾ പോയിട്ട് കാലത്ത് ഇറക്കുക എന്നുള്ളതാണ് അവരെ പണി. അപ്പോൾ അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ ഒരു സ്ത്രീ, പൂർണ്ണ വയറ് വെച്ചുള്ളൊരു സ്ത്രീ പ്രസവിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളും അതിൻ്റെ വൈകാരിക പ്രശ്നങ്ങളൊക്കെ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് എന്നേക്കാൾ നന്നായിട്ട് പറഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ അത്രയും, അതായത് ഒന്ന് കരയാൻ പോലും, ഒന്ന് വേദന കൊണ്ട് ഒന്ന് ഒന്ന് എന്താണ് ഉമ്മാന്ന അല്ലാന്ന പടച്ചോനെന്ന് വിളിക്കുക, അങ്ങനത്തെ ഒരു ഗസ്റ്റാണല്ലോ. അങ്ങനെ പോലും ചെയ്യാൻ പറ്റാതെ ആയിരിക്കും ആ സ്ത്രീ പ്രസവിച്ചിട്ടുണ്ടാവുക മൂസ അലൈഹി ഇസ്ലാമിനെ. ഇനി അത് മാത്രമല്ല, ഇനി മൂസ അലൈഹി ജനിച്ചു വീണാൽ മൂപ്പരുണ്ടാവത്തിരിക്കുമോ? കുട്ടികൾ ജനിച്ചാൽ ഉണ്ടായിരിക്കില്ല, കുട്ടികൾക്ക് അറിയാമല്ലോ. അപ്പോൾ ആ ചെറിയ കുട്ടിയുടെ കരച്ചിൽ കേട്ട് കഴിഞ്ഞാൽ എന്തായാലും പട്ടാളക്കാർ എത്തും ചെയ്യും. അപ്പോൾ ആ കുട്ടിയുടെ കരച്ചിൽ എങ്ങനെയൊക്കെ ആയിരിക്കും മറച്ച് വെച്ച് എന്നുള്ളത് ശരിക്കും നമ്മൾ ആലോചിക്കേണ്ട സംഗതിയാണ്. അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് പ്രസവിച്ച ഒരു ചോരക്കുഞ്ഞിനെ അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, എന്താണ്, ആ കുട്ടിയുടെ ജീവന് നീ ഭയക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു കൊട്ടയിലാക്കിയിട്ട് അതിനെ നൈൽ നദിയിൽ ഒഴുക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയാം. ആ പറച്ചലിൻ്റെ അടിസ്ഥാനത്തിൽ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ മാതാവ് എന്ത് ചെയ്യുന്നു? ആ കുട്ടിനെ തൊട്ടിയിലിട്ടിട്ട് അല്ലെങ്കിൽ കൊട്ടയിലാക്കി ഒഴുക്കുകയാണ്. ഈ ഒഴുക്കുന്നത് വരെ ചിലപ്പോൾ ഒരു മൊമെൻറ്റോല് അല്ലെങ്കിൽ ഒരു കൽപ്പന കിട്ടിയതിൻ്റെ പുറത്ത് അങ്ങോട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ കുട്ടി കയ്യിൽ നിന്നുകൊണ്ട് പോയി ഒഴുകി പോകാൻ തുടങ്ങിയപ്പോൾ ഉമ്മാടെ മനസ്സ് പൊട്ടും. ഉമ്മാടെ എന്തൊക്കെയാണെങ്കിലും ഉമ്മാടെ മനസ്സ് ആവും, അല്ലേ? എന്നിട്ട് എന്തുണ്ടാവുക? അപ്പോൾ എന്തുണ്ടാവുക? ഒരു ഉമ്മാക്ക് ഒരു ഉമ്മാടെ വികാരം അടക്കി പിടിക്കുക അല്ലെങ്കിൽ മറച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കലി ഇമ്പോസിബിൾ ആണ്. മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് നല്ലൊരു എക്സാമ്പിൾ പറയും. നിങ്ങൾക്ക് എല്ലാവരും മക്കളുള്ളവർ അല്ലെങ്കിൽ മക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, ഇപ്പോൾ വലുതായിട്ടുണ്ടാവും. നിങ്ങളുടെ 3 വയസ്സായ മോളാവട്ടെ മോനാവട്ടെ നിങ്ങളുടെ പർദ്ദയും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുക. എവിടെ? ലുലു സെൻറ്ററിൽ, ലുലു മാളിൽ, ഏതെങ്കിലും മാളിൽ നടക്കുകയാണ്. നിങ്ങളിങ്ങനെ ഓരോ സാധനങ്ങൾ ലിസ്റ്റ് നോക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വണ്ടിയിലേക്ക് വെക്കുക. ഈ കുട്ടി നിങ്ങളുടെ പർദ്ദ അല്ലെങ്കിൽ മാക്സി അല്ലെങ്കിൽ സാരി എന്താ ഇട്ടിണെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പിടിച്ച് നടക്കുന്നുണ്ട്. പെട്ടെന്ന് ഈ കുട്ടീനെ കാണാതാവുകയാണ്. നിങ്ങളുടെ സ്വന്തം 3 വയസ്സായ അല്ലെങ്കിൽ ഇങ്ങനെ പിച്ച് വെച്ച് നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടീനെ നിങ്ങളൊരു സാധനം എടുക്കാൻ വേണ്ടി തിരിഞ്ഞ് വന്ന് നോക്കുമ്പോൾ കുട്ടീനെ കാണാനില്ല. ആ കുട്ടീനെ കാണാത്ത ആ സ്പോട്ടിൽ എന്തായിരിക്കും നിങ്ങളുടെ ഇമോഷൻ? എന്തായിരിക്കും? ആകെ ബേജാറാവും. എൻ്റെ കുട്ടീനെ കാണാനില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിച്ചിട്ടുള്ള അവസ്ഥയായിരിക്കും. അപ്പുറത്ത് നിങ്ങളെ പുയ്യാപ്പിള നിൽക്കുന്നുണ്ടാവും. പുതിയാപ്പിള എൻ്റെ മോനെ കാണാൻ. ഇപ്പോൾ പുതിയാപ്പിള എന്താ പറയാ? അടങ്ങ്, ശാന്താവും, നോക്കാം, അല്ലേ? മൂപ്പരക്കകത്ത് യാതൊരു ബേജാറും ഇല്ല. പുയ്യാപ്പിളക്ക് അങ്ങനത്തെ നിങ്ങൾ കാണിക്കുന്ന ബേജാറിൻ്റെ ഒരു പകുതി പോലും മൂപ്പർക്ക് ഉണ്ടാവില്ല. അടങ്ങ് നമുക്ക് നോക്കാം, നമുക്ക് ശ്രദ്ധിക്കാം. മൂപ്പർക്ക് ഉണ്ടാവും ബേജാർ, പക്ഷെ മൂപ്പർ ഉള്ളിലുണ്ടാവും, പക്ഷെ പുറത്തേക്ക് കാണിക്കില്ല. പക്ഷെ പെണ്ണുങ്ങൾ അങ്ങനല്ല. പെണ്ണുങ്ങൾ ഉള്ളിൽ 100 ആവർത്താൻ പുറത്തേക്ക് വരിക. ആകെ ബേജാറ്, എൻ്റെ കുട്ടാളാ ആകെ ഒച്ചപ്പാടുണ്ടാക്കും, അല്ലേ? അപ്പോൾ പുയ്യാപ്പിള പറയും, ഒതുങ്ങി ഞാൻ നോക്കാൻ പറയും. അങ്ങനെ മൂപ്പര് ചിലപ്പോൾ തിരിഞ്ഞ് നോക്കി കാണാൻ അപ്പുറത്ത് ചിലപ്പോൾ കൗണ്ടറിൻ്റെ അപ്പുറത്ത് കുട്ടി നിൽക്കുന്നുണ്ടാവും.
അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടിരുന്ന വെച്ചാൽ ഒരു ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം കുട്ടീനെ അങ്ങനെ കാണാതായി കഴിഞ്ഞാൽ സൈക്കോളജിക്കലി ആ ഒരു വികാരം പ്രകടിപ്പിക്കാതെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് സൈക്കോളജിക്കലി ഇമ്പോസിബിളാണ്, ഇമോഷണലി ഇമ്പോസിബിളാണ്. അവിടെ ആൾക്കാർ കാണുന്നുണ്ട്, തന്നെ കുറേ ആളുകളുണ്ട്, അവരൊക്കെ എന്നെ നോക്കുകയല്ലേ, അവരെ മുമ്പിൽ ഞാനിങ്ങനെ പൊട്ടി കരയാൻ പറ്റുമോ എന്നൊന്നും തള്ള തീരുമാനിക്കില്ല. അത് അവിടെ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങും, അല്ലേ? അപ്പോൾ ഇത് തന്നെയാണ് എല്ലാ ഉമ്മയുടെ അവസ്ഥ. അപ്പോൾ ഈ ഉമ്മയാണെങ്കിൽ ഇപ്പം തന്നെ കുട്ടീനെ അതാ നൈലിനേക്കണ്ട് വെച്ച് വെള്ളത്തിലാണ് ആ കുട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്, നദിയിലാണ് ആലോചിക്കേണ്ടത്. അപ്പോൾ എന്താണ് ഈ ഉമ്മ ചെയ്യുന്നത് പോലും ചിലപ്പോൾ ഉമ്മക്ക് ബോധം ഉണ്ടാവില്ല. അള്ളാഹു പറഞ്ഞു ആ പണി എടുത്തു എന്നുള്ളതാണ്. ഇനിയോ ആ കുട്ടിനെ എങ്ങനെയെങ്കിലും തിരിച്ച് വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കണം എന്നായിരിക്കും ആ ഉമ്മയുടെ ആഗ്രഹം. പക്ഷെ കയ്യിൽ നിന്ന് പോയി കാണാം, അല്ലേ? എന്നിട്ട് എന്തുണ്ടായത്? എന്താ ചെയ്യണത്? ചരിത്രങ്ങൾക്കറിയാലോ എന്തുണ്ടാവണത്. മോളെ പറഞ്ഞേക്കുക, മൂത്ത മകളെ പറഞ്ഞേക്കിട്ട് നോക്ക് നീ ആ കുട്ടി എങ്ങോട്ടൊക്കെ പോകണമെന്നുള്ളത്. എന്തിനാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ മാതാവ് അങ്ങനെ ചെയ്യേണ്ടത്? അള്ളാഹു പറഞ്ഞെന്നാ വിട്ടാ പോലെ. അത് മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു തആല ഇതും പറഞ്ഞ് അത് നിന്റെ അടുത്തേക്ക് തിരിച്ചെത്തുന്നു പറഞ്ഞിട്ടുണ്ട്. മനസ്സിലേ? ഈ കുട്ടിനെ ഞാൻ നിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നു അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്. വാഗ്ദാനം ഉണ്ട് അവിടെ. എന്നിട്ടാണ് ഈ കുട്ടിനെ വിടുന്നത്. എന്നാൽ ആ വാഗ്ദാനം എന്ന് പറഞ്ഞുകൂടെ കാത്തിരുന്നാ പോലെ കുട്ടി തിരിച്ചു തരാന്. പക്ഷെ അതല്ല, അത് ഉമ്മായിപ്പോയി, അല്ലേ? അങ്ങനെ എന്താ സംഭവിക്കുന്നത് പിന്നീട്? ഈ മറ്റേ കൊട്ട പോയിട്ട് നേരെ എത്തുന്നത് എവിടേക്കാണ്? എവിടുന്നാണോ രക്ഷപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ ഏത് അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണോ ഈ കൊട്ട കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ വെച്ചത്, ആ സ്ഥലത്തേക്ക് തന്നെയാണ് ഈ കൊട്ട പോയതും. അതാണ് ഏറ്റവും രസം. ആരിൽ നിന്നാണ് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആ ആളത്തെ എടുത്തേക്കാണ് ഈ കൊട്ട പോണത്. അപ്പൊ മകള് പിന്നെ പറഞ്ഞേക്കും. അങ്ങനെ മകൾ ദൂരെ നിന്ന് ഇങ്ങനെ വീക്ഷിച്ച് ഇങ്ങനെ വരും. ഇത് ആര് കാണുന്നുണ്ട്? ഇത് ഫിറഔന്റെ പട്ടാളക്കാരിത് കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു സ്ത്രീ ഒരു തൊട്ടി നോക്കിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു കൊട്ട നോക്കിയിട്ട് ഇങ്ങനെ പിന്നെ നടക്കുന്നുള്ളു. പക്ഷെ തൊട്ടി നേരെ പോയി കയറുന്നത് എവിടേക്കാണ്? കൊട്ടാരത്തിന്റെ സൈഡിൽ കയറുന്നത്. അങ്ങനെ എന്താ സംഭവിക്കുന്നത് പിന്നെ? ഈ കുഞ്ഞിനെ ആരാ എടുക്കുന്നത്? ആസിയ ആണ് കുഞ്ഞിനെ എടുക്കുന്നത്. ഇനിയിപ്പോ എന്തായിരിക്കും അവിടുത്തെ സീന്? ഒരു കുട്ടിനെ, ഒരു ബനൂ ഇസ്രായേലിലെ കുട്ടിനെ കിട്ടിയിട്ടുണ്ട്, അല്ലേ? നമ്മളിതൊക്കെ നേരത്തെ പറഞ്ഞാണ് ഈ ചരിത്രമൊക്കെ. എപ്പോഴാണ് അത് പറഞ്ഞത്? ഖുർറത്ത് ആയിനി എന്ന് പറഞ്ഞ രംഗത്ത് ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. ആ കുട്ടീനെ കണ്ടാൽ അറിയാം അത് ബനീ ഇസ്രായേൽ എന്നുള്ളത്. കാരണം എന്താ? കുട്ടൻ നിറം കണ്ടാൽ അറിയാം ഇത് ഏത് പോലെന്നുള്ളത്. ഇനിയുള്ള പ്രശ്നം പറഞ്ഞാൽ കുട്ടി കരയുന്നുണ്ട്, പാല് കുടിക്കണം. പല ആയന്മാരും പല ആളുകളും വിളിച്ചിട്ട് കുട്ടി കുടിക്കുന്നില്ല, ആരുടെയും പാല് കുട്ടി കുടിക്കുന്നില്ല. ഇതൊക്കെ നടക്കുമ്പോൾ ആ കൊട്ടാരത്തിലെ ജനങ്ങളുടെ ഇടയിൽ ആരുണ്ട്? ആരുള്ളത്? സഹോദരി. സഹോദരി ഉണ്ട്. സഹോദരി പറയുന്നു, എനിക്കറിയാം ഒരു സ്ത്രീയെ, അതിന്റെ പാല് ഭയങ്കര മധുരമുള്ളതാണ്, ഒരു കുട്ടിയും അത് വേണ്ട എന്ന് വെക്കൂലാന്ന്. അപ്പൊ ചോദിക്കും അവളോട്, നിന്നെ ഇങ്ങനെ കണ്ടിട്ടുള്ള ഈ തൊട്ടിയുടെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ഇജ്ജ് ആരാന്ന് ചോദിക്കും. അപ്പൊ എന്താ പറയാ? ഒരു കൗതുകത്തോട് ഞാൻ നോക്കി നടന്നാണെന്ന് പറയും. ഇത് എന്റെ ആങ്ങളെയാണെന്നും പറയൂല. എന്നാ പോയിട്ട് സ്ത്രീനെ പോയി വിളിച്ചോണ്ടാന്ന് പറയും. അങ്ങനെയാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ മാതാവ് കൊട്ടാരത്തിലേക്ക് എത്തുന്നത്. മൂസ അലൈഹി ഇസ്ലാമിന്റെ മാതാവിന് അറിയാം ഇതിന്റെ കുട്ടിയാണ് ആസിയുടെ കയ്യിലുള്ളത് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും അവിടെ എന്താ സംഭവിക്കാൻ പോണത്? നിന്റെ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോയിട്ട് കെട്ടിപ്പിടിക്കുന്ന രംഗാണ് നമ്മൾ കാണേണ്ടത്. പക്ഷെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? എന്ത് രഹസ്യമാണ് കുറച്ച് വെച്ചത് അത് പുറത്തേക്ക് വരും. അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കുട്ടീനെ വധിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അസ്ബഹ ഫുആദു ഉമ്മി മൂസ ഫാരിഗ. ആ ഫുആദിന്റെ അവസ്ഥയായിട്ടുള്ള മൂസ അലൈഹി ഇസ്ലാമിന്റെ മാതാവിന്റെ ഹൃദയത്തെ നാം ശാന്തമാക്കിയിട്ട് അതിനെ കൽബാക്കി മാറ്റി. ലൗല അർറബത്ന അലാ ഖൽബിഹ. കണ്ട, ഫുആദ് എന്നുള്ള പ്രയോഗം മാറി അവിടെ കൽബായി. അവളുടെ കൽബിനെ ഞാൻ പിടിച്ച് കെട്ടിയില്ലായിരുന്നെങ്കിൽ എന്താണ്ടാവുക? രഹസ്യം പുറത്ത് പറയുമായിരുന്നു.
അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്തു? ആ ഹൃദയത്തെ ശാന്തമാക്കിക്കൊണ്ട് ഫുആദായ അവസ്ഥയിൽ നിന്നും ആ ഹൃദയത്തെ എന്ത് ചെയ്ത് കൽബാക്കി മാറ്റി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആ, എന്ന് പറഞ്ഞാലേ നമ്മളുടെ ബാഡ് എക്സ്പീരിയൻസ് കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇമോഷണൽ ചേഞ്ചുകൾ വെച്ചുകൊണ്ട് നമ്മളെ ഹൃദയത്തിൻ്റെ അവസ്ഥ മാറി എന്നത് കൊണ്ട് മറ്റുള്ളവരെ പോയിട്ട് തെറി വിളിക്കാനോ ആ, എന്താണ് മറ്റേ അപകടപ്പെടുത്താനോ അടിക്കാനോ പിടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുള്ള ഒരു എക്സ്ക്യൂസ് നമുക്കതിലില്ല. നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹോട് സമാധാനം പറയേണ്ടി വരും. അതാണ് നമ്മൾ ആദ്യം പഠിച്ച സംഗതി. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രൊഫൗണ്ട് ലെസൺ, ഒരു പാഠം എന്താണെന്ന് പറഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകന്മാരെ ഹൃദയത്തെ മാത്രമല്ല ശാന്തമാക്കി കൊടുക്കുന്നത്. മൂസ അലൈഹി ഇസ്ലാമിൻ്റെ മാതാവ് ഒരു പ്രവാചകനായിരുന്നില്ല. എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു തആല ഒരു പ്രവാചകനാവാതെയും മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മാക്ക് വഹി നൽകി എന്നുള്ളതാണ്. നിങ്ങളോട് ചോദിക്കുകയാണ്, അള്ളാഹു വഹി നൽകപ്പെട്ട ഒരു സ്ത്രീ, ഏക സ്ത്രീ ആരെന്ന് ചോദിച്ചാൽ അത് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മയാണ് വഹി നൽകിയത്. കേട്ടാ, അതാണ് മറ്റേ. അതേപോലെ തന്നെ ഗുഹാവാസികളും എന്തായിരുന്നില്ല? പ്രവാചകന്മാരായിരുന്നില്ല. പക്ഷെ അവരെ കുറിച്ച് പറഞ്ഞു, റബ്ബത്ന അലാ ഖുലൂബിഹിം ഇദ് ഖാമു ഫഖാലു റബ്ബുന റബ്ബുസ് സമാവാതി വൽ അർദ്. അവിടെ നിങ്ങൾക്ക് ഈ പ്രയോഗം കാണാൻ സാധിക്കും. അപ്പോൾ എന്താ വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരുടെയും ഹൃദയത്തെ ശാന്തമാക്കും, പ്രവാചകന്മാരുടെ മാത്രമല്ല. അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെയും എൻ്റെയും ഹൃദയത്തിൻ്റെ ഇടയിൽ വന്ന് പ്രവർത്തിക്കും. എന്നിട്ട് നമ്മൾ ഹൃദയത്തെ നന്നാക്കുന്നവൻ അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. ഓക്കെ, ഇനി നമ്മളെ ഹൃദയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്ന എന്താണ്? തഖ്വയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള തഖ്വ, ഈമാന്, അള്ളാഹുവിനോടുള്ള ഖുശൂ, അള്ളാഹുവിനോടുള്ള ഭയം, അള്ളാഹുവിനോടുള്ള പ്രീതി, അള്ളാഹുവിനോടുള്ള മഹത്തായ സ്നേഹം, ഇതൊക്കെയാണ് നമ്മൾ അള്ളാഹുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ സംസാരത്തിൽ അല്ലെങ്കിൽ ആ ഹൃദയത്തെക്കുറിച്ച് വരുമ്പോൾ വരുന്ന സംഗതി. അപ്പോൾ ഖുർആനിൽ നമ്മളെ ഹൃദയത്തിൻ്റെ വിഷയം മാത്രമല്ല, അത് മറ്റുള്ളവരുടെ ഹൃദയത്തിൻ്റെയും നമ്മൾ ഹൃദയവും അള്ളാഹുമായിട്ടുള്ള മാത്രം ബന്ധമല്ല, നമ്മൾ ഹൃദയവും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം കൂടി ഇവിടെ കവർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്, നാളെ പരലോകത്ത് വളരെ ശാന്തമായിട്ടുള്ള ഹൃദയമായിട്ട് വരുന്നവർ അന്ന് അന്ത്യനാളെ രക്ഷപ്പെടുന്നവരായിരിക്കും, അവർ സേഫായിരിക്കും. ഇല്ലാമൻ അത്ത അലാ ബി ഖൽബിൻ സലീം, സൂറത്ത് ശുറായിലെ 89-ാമത്തെ ആയത്ത്. കേട്ടാ, ഇനി പക്ഷെ എൻ്റെ ഹൃദയത്തിന് വേറെ കുഴപ്പമുണ്ട്. എൻ്റെ ഹൃദയത്തിൽ എനിക്ക് അള്ളാഹിനോടുള്ള സ്നേഹം മാത്രമല്ല, എൻ്റെ ഭാര്യയോടുള്ള സ്നേഹമുണ്ട്, മക്കളോടുള്ള സ്നേഹമുണ്ട്, എൻ്റെ മാതാപിതാക്കളോടുള്ള സ്നേഹമുണ്ട്, ഞാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടുമുള്ള സ്നേഹം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ പറയുന്ന അസൂയ, ദേഷ്യം, അതുപോലെ മറ്റേ കോപം, പിന്നെ മറ്റേ ശത്രുത, ഈ വക വികാരങ്ങളും എവിടെയാണുള്ളത്? അതും എവിടെയുള്ളത്? അതും ഹൃദയത്തിലാണുള്ളത്, അല്ലേ? അപ്പോൾ നമ്മൾ ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ നമ്മളുടെ ഹൃദയം ഹെൽത്തി ആയിരിക്കണം. അതുമാത്രമല്ല, അത് ശുദ്ധവുമായിരിക്കണം. അതായത് വേണ്ടാത്ത വികാരത്തിൽ നിന്നൊക്കെ ഹൃദയത്തെ നമുക്ക് ഫ്രീ ചെയ്യാൻ പറ്റണം. ഈ മഹത്തായ ഒരു സംഗതി കൂടി ലൗല അർ റബത്ന അലാ ഖൽബിഹ എന്ന് പറയുന്ന പദത്തിൽ ഉൾക്കൊണ്ട് കിടക്കുന്നുണ്ട്. കേട്ടാ, ഓക്കെ, അതാണ് ഒരു സംഗതി. ഓക്കെ അല്ലേ? അത് കൽബ് കഴിഞ്ഞില്ലേ? ഇനി അടുത്തതിലേക്ക് പോവാണ്. സംശയങ്ങളൊന്നുമില്ലല്ലോ? ഒന്നിനെ ഒന്നും മനസ്സിലായില്ല, നിങ്ങൾക്കൊക്കെ മനസ്സിലായി. ആരൊന്നും ഉണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചാ. നിങ്ങൾ പറയണ്ട, നമുക്കിത് കേൾക്കണ്ട നിങ്ങളെ. ഓക്കെ, ഇഹ്ബിതു മിസ്രം ഫഇന്ന ലക്കും മാ സഅൽതും, സൂറത്തുൽ ബഖറ 61-ാമത്തെ ആയത്ത്. എന്താണ് അർത്ഥം? ഇഹ്ബിതു മിസ്രം ഫഇന്ന ലക്കും മാ സഅൽതും.
മിസ്രിലേക്ക് പോകും. ബക്കറ 61. ആരെയൊക്കെ അർത്ഥമാക്കിയിട്ട് ഞാൻ കാത്തിക്കണത്. നോമ്പറക്കണ കഴിക്കേണ്ടി വരുമോ? വൈദ കുൽത്തും യാ മൂസ, മൂസ പറഞ്ഞു, ആ ലൻ നസ്ബിറ, ഞങ്ങൾ സഹിക്കുകയല്ല ആ തന്നെ, അല്ലാ ത്വാമിൻ വാഹിദിൻ, ഒരേ അന്നത്തിൽ, ഉം, ഫദ്ഉ ലനാ റബ്ബ്, അതിനാൽ താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഉം. റബ്ബക, താങ്കളുടെ നാഥനോട്, യുഖ്റിജ് ലന, അവൻ ഞങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തരട്ടെ, മിമ്മാ മിമ്മാ തുംബിത്തു തുംബിത്തുൽ അർദു മിൻ ബഖ്ലിഹാ വഖിസ്സാഇഹാ വഫൂമിഹാ വഅദസിഹാ വസ്ലിഹാ. കഴിഞ്ഞിട്ട് ഖാല ഖാല അതസ്തബ്ദിലൂന അതസ്തബ്ദിലൂന അല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ ഇഹ്ബിതു. ആ ബിത്തു, നിങ്ങൾ ഇറങ്ങിക്കൊള്ളുക, മിസ്രൻ, ഏതെങ്കിലും പട്ടണത്തിലേക്ക്. ആ അപ്പൊ മിസ്ർ എന്ന് പറഞ്ഞാൽ എന്താ? ഈജിപ്ത്. പട്ടണം പട്ടണം. ഞാൻ ആ മറ്റേ പേജ് കളയാതെ സൂറത്ത് സുഖ്റഫ് എടുത്ത് നിങ്ങൾ 43-ാമത്തെ സൂറത്തിലെ 51-ാമത്തെ ആയത്ത്. സുഖ്റഫ് 43-ാമത്തെ സൂറത്തിലെ 51-ാമത്തെ ആയത്ത്. ونادى فرعون من ആ قومه പാല قال يا قوم أليس لي അലൈസലി മുൽക്കു. مصر ആ مصر അതിന്റെ അർത്ഥം എന്താ? ഇ- ഇവിടെ കുറച്ചത് മിസ്ർ എന്ന് വെച്ചാൽ ഈജിപ്തിലെ രാജ്യത്ത് എന്ന അർത്ഥത്തിൽ. അപ്പൊ അതെന്താണ്ടോ, ഒരു ഭാഗത്ത് ഈജിപ്റ്റ്, മറ്റു ഭാഗത്ത് മറ്റേ എന്താണ് നാട്, പട്ടണം. പട്ടണം. എന്താ രണ്ടും ഒരേ വാക്കല്ലേ? അവിടെ ഈജിപ്തിനല്ല ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ, നിങ്ങൾ പറയും. എല്ലാം രണ്ട് മിശ്രനല്ലേ? ഉം. പിന്നെന്താ, ഒരു ഭാഗത്ത് എന്താണ് പട്ടണം എന്നും മറ്റു ഭാഗത്ത് മിസ്ർ രാജ്യം എന്നും പറഞ്ഞ എന്താ? രണ്ടും ഒരേ വാക്കല്ലേ? മിസ്ർ. ആ രാജ്യത്തിന്റെ കവാടം ക്യാപിറ്റൽ സിറ്റിയിൽ കൂടെ ആയിരിക്കും കടക്കാത്തായിരിക്കും. അതുകൊണ്ടാണോ? അറിയില്ല. എഹബിത്തു മിസ്ർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മിസ്റിലേക്ക് പോകുന്നല്ലേ? അങ്ങനെ വരേണ്ടത്. പക്ഷെ അവിടെ നിങ്ങൾ മിസ്റിലേക്ക് പോകുന്നല്ല, നിങ്ങൾ പട്ടണത്തിലേക്ക് പോകുന്നതാണത്. ഉം. പക്ഷെ ഫിറഔനെ വിളിക്കുന്ന സമയത്ത് പറയാണ്, അലേസ ലീ മുൽക്കു മുസ്ര, മിസ്റിന്റെ ആധിപത്യം എനിക്കല്ലയോ, പട്ടണത്തിന്റെ ആധിപത്യം എനിക്കല്ലയോ എന്ന് പറഞ്ഞ പോലെ. അതെന്താ അങ്ങനെ പറയാത്തത്? ആ രണ്ട് വാക്കും സെയിം ആണോ? സെയിം ആണോ? യെസ് ഓർ നോ? ആ രണ്ട് വാക്കുകളും സെയിം ആണോ? ആണ്. ശരി. ദൈവമാണ്. സെയിം ആണ്. ശരിക്കും നോക്കിയേ, കണ്ണാടൊക്കെ വെച്ചിട്ട്. ശരി. കണ്ണട വെച്ചോട് ഊരി നോക്കി. മിസ്ർ. ഉം. അത് വ്യത്യാസം ഉണ്ടാ? മിസ്റൻ എന്നുണ്ട്, ആ മറ്റേത് മിസ്ർ. മിസ്ർ. എന്താ വ്യത്യാസം? വ്യത്യാസം ഉണ്ടാ? രണ്ട് പദങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ്? ഒന്നില് സാധാ മിസ്റ ആ എന്നുള്ള കാണാൻ, ആ മറ്റേത് മിസ്റൻ ആ തൻവീൻ. തൻവീന്. ഒന്ന് തൻവീൻ ഫതഹാണ്, മറ്റൊരു തൻവീൻ ഇല്ല. ശരിക്കും മനസ്സിലായിക്കോളെ. മിസ്രൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു തൻവീൻ ഉണ്ട്, അൻ ഉണ്ട്. ഇപ്പുറത്ത് ഫിറഔന് പറഞ്ഞിടത്ത് മിസ്ര എന്ന് മാത്രമേ ഉള്ളൂ, ഫതഹ മാത്രമേ ഉള്ളൂ, തൻവീൻ ഇല്ല. അപ്പൊ എന്താ മനസ്സിലായത്? തൻവീന് ഉള്ള മിസ്രൻ എന്ന് പറഞ്ഞത് പട്ടണമാണ്. തൻവീന് ഇല്ലാതെ വെറും ഫതഹ് വന്നാൽ അത് ഈജിപ്റ്റാണ്. ഈജിപ്തിന് മിസ്ർ എന്നാ പറയാ, മിസ്രൻ എന്ന് പറയില്ല. മിസ്റൻ എന്ന് ചേർത്താൽ അത് പട്ടണ. മനസ്സിലായ? ഉം. ആ അപ്പോ എന്താ ഇവിടെ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് മൂസ അലൈഹി ഇസ്ലാം പട്ടണത്തിന് വേണമെങ്കിൽ വേറെന്തൊക്കെ പറയാ? എന്തൊക്കെ പറയാ? കരിയത്ത്.
മദീന. ഖറിയ എന്ന് പറയാം, പിന്നെ മദീന എന്ന് പറയാം, പിന്നെ ഒരുപാട് സംഗതികൾ പറയാം അല്ലേ. പക്ഷെ അങ്ങനത്തെ പദമൊന്നും ഉപയോഗിക്കാതെ ഇതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച പദം മിസ്റൻ എന്നാണ്. ഇഹ്ബിത്തു മിസ്റൻ എന്ന് പറഞ്ഞാൽ കേട്ടപ്പോൾ നമുക്ക് പോലും തോന്നിപ്പോയി ഇതെന്താണ്, ഈജിപ്റ്റാണെന്നുള്ളത് അല്ലേ. ഇനി എന്താ അതിന്റെ പശ്ചാത്തലം? മൂസ അലൈഹി ഇസ്ലാം ഇസ്രായേലിറ്റുകളെ എന്ത് ചെയ്തു? ഫിറഔനിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി നേരെ കടൽ ക്രോസ് ചെയ്തിട്ട്, അതെന്താ വദ്രിബി അസാക്കൽ ബഹർ എന്ന് പറഞ്ഞുകൊണ്ട് ഫംഫജറത്ത് മറ്റേ കടലെ അങ്ങോട്ട് പിളർക്കുകയും അതിലൂടെ തൻ്റെ ബനി ഇസ്രായേലിനെ കടത്തിക്കൊണ്ടുപോയി ഫിറൗനൊക്കെ മുക്കിക്കൊള്ളുന്നത് അവർ കണ്ണുകൊണ്ട് കണ്ട്, ഇനി ഫിറൗൻ്റെ ശല്യം ഇല്ലാതെ പിന്നാലും ഇനി ഫിറൗൻ വരില്ല, അവർ വധിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അവർ മുക്കിക്കൊല്ലുന്നത് അവർ കണ്ണുകൊണ്ട് നേർക്കെന്ന് കണ്ട്, എന്നിട്ടോ അവർ തുറന്ന മരുഭൂമിയിലാണ്, സീനാ മരുഭൂമിയിൽ നല്ല പൊള്ളി കത്തുന്ന വെയിൽ. അത് മാത്രമല്ല ഭക്ഷണമില്ല, വെള്ളമില്ല, ഒരു തരി തണൽ പോലുമില്ല, മരുഭൂമിയാണ്. അപ്പം എന്താ അല്ലാഹു ചെയ്തത്? അള്ളാഹു അവർക്ക് എന്താ കൊട കൊടുത്ത്. എന്ത് കൊട കൊടുത്ത്? തണല്. എന്താ എങ്ങനെ കൊടുത്തത്? മേഘം കൊണ്ട് ആ തണല്. വൻസൽന അലൈഹിം ഗമാമ അല്ലേ, ഗമാമ. അപ്പോൾ മേഘങ്ങൾ ഇറക്കി കൊടുത്തു. മരുഭൂമിയുടെ പൊതുവെ മേഘം ഉണ്ടാവില്ല, പക്ഷെ അവിടെ മേഘം വന്നു, ഇവർക്ക് മേഘത്തെ ഇറക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ തലയുടെ മുകളിൽ മേഘമുണ്ട്. അവരെവിടൊക്കെ പോകുന്നുണ്ടോ അവിടൊക്കെ മേഘം പോകുന്നുണ്ട്. ഇങ്ങനെ പോകുകയാണെങ്കിൽ മേഘം ഉണ്ടാവും, ഇങ്ങനെ പോകുമ്പോൾ മേഘം ഉണ്ടാവും, ഇങ്ങനെ പോകുമ്പോൾ മേഘം ഉണ്ടാവും. മനസ്സിലായ? അവരെങ്ങനെയൊക്കെ നീങ്ങി പോകുന്നു അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ മേഘം അവരുടെ ചലനം അനുസരിച്ചും കൊണ്ട് ആ മേഘം അവർ പിന്തുടരുകയാണ്. ഓക്കെ. നിങ്ങൾ ഈ ഒരു കാഴ്ച ഒരു മൂന്നാമത്തെ വ്യക്തി ഈ കാഴ്ച കാണുന്ന പോലെ സങ്കല്പിച്ച് നോക്കി. നിങ്ങൾ ദൂരം ഭാഗത്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ദൂരം ഒരു ഉയർന്ന പ്രദേശത്ത് നിൽക്കുകയാണ്. ഒരു കൂട്ടം ആളുകൾ ബനി ഇസ്രായേൽ ഇങ്ങനെ താഴെ കൂടെ പോകുന്നുണ്ട്, അവരുടെ താഴെ മുകളിൽ മേഘമുണ്ട്. എന്താ അവസ്ഥ ഉണ്ടാവുക? അത് കാണുമ്പോൾ എന്താ നമുക്ക് തോന്നുക? നിങ്ങൾക്ക് ഇമാജിനേഷൻ ഇല്ല, ഞങ്ങൾ സിനിമ ഒന്നും കാണില്ല, അതുകൊണ്ടാണ് അല്ലേ. ഒരു ഇമാജിനേഷൻ ഒക്കെ വേണ്ടോ? എന്താ ഉണ്ടാവുക? അത്ഭുതം തോന്നും അത്ഭുതം തോന്നും. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ. ചൂടിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ കൊടുക്കും. എടോ നമുക്ക് അതല്ല തോന്നുക. അത്ഭുതം തോന്നും. അതായത് ഇപ്പൊ ഞാൻ ഒന്നുകൂടി വേറെ കോലത്തിൽ പറയാം. നമ്മളിപ്പോ ഒരു താഴ്വര അല്ലെങ്കിൽ മരുഭൂമി കൂടെ ഒരു എന്താണ് 10-100 കൂട്ടർ അല്ലെങ്കിൽ 500 ആൾക്കാർ ഇങ്ങനെ പോവുക, നടന്നു പോവുക. മുമ്പിൽ മൂസ അലൈഹി ഇസ്ലാം വടികുത്തി പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ദൂരന്ന് കാണാൻ അങ്ങനെ. പക്ഷെ ദൂരന്ന് കാണുമ്പോൾ എന്താണ്, എല്ലായിടത്തും നല്ല ചൂട്. പക്ഷെ ഈ സംഘത്തിന്റെ താഴെ മുകളിൽ ഒരു മേഘം ഇങ്ങനെ പോകുന്നുണ്ട്. ഇവരെങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, അവിടെയൊക്കെ മേഘം പോകുന്നുണ്ട്. മേഘത്തിന്റെ പാട്ടിന് പോകല്ലേ ചെയ്യണത്. ഈ സംഘം അവിടെ നിന്ന് കഴിഞ്ഞാൽ മേഘം അവിടെ നിൽക്കുക. ഇങ്ങനത്തെ ഒരു സീന് നമ്മൾ കണ്ടാൽ എന്താ നമുക്ക് തോന്നുക? വിചിത്രമായിട്ട്. വിയത്രം പറഞ്ഞാൽ നമുക്ക് ബേജാറാവും. ഇത് എന്താ പ്രശ്നം, എന്താ ഇത്, എന്ത് കുതിരത്താണിത്, ഇതെന്താ വല്ല മായാജാലം, അതെന്താ സംഭവം, നമുക്ക് ബേജാറാവുക. അത് മാത്രമല്ല അന്നത്തെ ഒരു പശ്ചാത്തലം പറഞ്ഞാൽ മേജിക്കിന്റെ കാലഘട്ടമാണ്. അത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? മായാജാലത്തിന്റെ കാലഘട്ടമാണ്. അപ്പൊ ഈ മായാജാലം കാണുന്ന ആൾക്ക് എന്താ വിചാരിക്കുക? ഇതെന്തോ ഒരു അമാനുഷികത, ഭയങ്കര സംഭവമാണെന്നാണ് അവരും ധരിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ ഈ സിഹറൊക്കെ ചെയ്ത ആളുകളൊക്കെ വിളിച്ചൊക്കെ ചെയ്തത് അല്ലേ. നിങ്ങൾ പശ്ചാത്തലം മനസ്സിലാക്കി നിങ്ങൾ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതെന്തോ ഒരു അസാധാരണമായൊരു സാധനം എന്നുള്ളവർക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഒരു ആളുകളും അവരെ ആക്രമിക്കാഞ്ഞത്. നിങ്ങൾക്കറിയാലോ, മക്കത്ത് മദീനത്തൊക്കെ കച്ചവട സംഘങ്ങൾ പോകുമ്പോൾ ആരാക്രമിക്കല്? കൊള്ളക്കാരൊക്കെ ഇതൊക്കെ ഉണ്ടാവും, കവർച്ചക്കാരൊക്കെ ഉണ്ടാവും. അവർ വന്നിട്ട് ഈ സംഘത്തെ ആക്രമിച്ചിട്ട് അവരെ കയ്യിലുള്ള സ്വർണ്ണം സാധനമൊക്കെ എടുത്ത് കൊണ്ടുപോകും അവർ. ഈ ബനൂ ഇസ്രായേലിന്റെ കയ്യിലാണെങ്കിൽ ഇഷ്ടം പോലെ സ്വർണ്ണം ഉണ്ടായിരുന്നു. ശരിയല്ലേ? ഉണ്ടായിരുന്നു ഇല്ലേ? എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ? അവർക്ക് സ്വർണം കിട്ടിയത് നിങ്ങൾ ഓർമ്മണ്ട? പശുവിനുണ്ടാക്കി ഓർമ്മണ്ട? പശുക്കൂട്ടിനെ സ്വർണം കൊണ്ടാക്കി ഓർമ്മണ്ട? ഉണ്ടാക്കി. അങ്ങനെ ഒരു സ്വർണത്തിന്റെ പശുക്കൂട്ടുണ്ടാക്കാനുള്ള സ്വർണം, ഇത്രമാത്രം സ്വർണം അവർക്ക് ഇവിടുന്ന് കിട്ടിയെന്താ? മോളെ കടിച്ചു വിടുന്ന എന്തുണ്ടായത്? മൂസ നബി പോയപ്പോ എല്ലാവരുടെ സ്വർണവും. അല്ല, ഈ ചോദ്യമല്ല, ഈ അടിമകളായിട്ടുള്ള ബനൂ ഇസ്രായേലിന്റെ കയ്യിൽ എങ്ങനെയാണോ സ്വർണം വന്നത്? നിങ്ങൾ എപ്പോഴും ആലോചിച്ച് നോക്കിണ്ട.
നിങ്ങളിതൊക്കെ ചിന്തിക്കണ്ടോ? അതായത് ഒരു സ്വർണത്തിന്റെ പശുക്കൂട്ടിനെ ഉണ്ടാക്കി വരണം, അപ്പം ആ മനസ്സിൽ ഓടണം ഇവർക്ക് ഇവിടുന്ന് സ്വത്രധികം സ്വർണം കിട്ടിയത്. ഏയ് സ്വർണത്തിന്റെ പശു ഇതുപോലത്തെ ഒരു പശുവല്ല അവരുണ്ടാക്കിയത്. അത്യാവശ്യം പശു വലുപ്പൊക്കെ ഉണ്ട്, ആളുകൾക്ക് ഏറ്റിട്ടാണ് കൊണ്ടുവരുന്നത്. അങ്ങനത്തെ ഒരു പശുക്കുട്ടിനെ ഇവർ സ്വർണം കൊണ്ട് ഉണ്ടാക്കണമെങ്കിൽ ഇത് ഇത്രമാത്രം സ്വർണം ഇവർക്ക് ഇവിടുന്ന് കിട്ടിയത്. സാമരിയാണ് സ്വർണ്ണമൊക്കെ എടുത്തിട്ട് ഒരുക്കിയത്, ഓർമ്മണ്ട? ഈ ബനി ഇസ്രായേലിന്റെ കാരണം ഇത്രയധികം സ്വർണം എവിടുന്ന് വന്നത്? നിങ്ങൾ ആ ചിന്തങ്ങളെ മനസ്സിലേക്ക് ആദ്യം ഓടണ്ടേ. ഇവരാരാ? അടിമകളല്ലേ. അടിമകൾക്ക് ഇവിടെ അത്രയധികം സ്വർണം ആലോചിക്കുന്ന. നിങ്ങൾ ചരിത്രം പഠിക്കാത്തതിന്റെ പ്രശ്നമാണത്. എടോ, ബനി ഇസ്രായേലിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഒരുപാട് അനുഗ്രഹം ഉണ്ട്. ഏറ്റവും ഒരു അനുഗ്രഹം എന്തായിരുന്നു? അത് മാത്രമല്ല, ഫിറഔന്റെ ജനതയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ചില ശിക്ഷകളുണ്ട്. ആ ശിക്ഷകളുടെ ഭാഗമായിട്ട് വെട്ടുകിളികൾ വന്ന് ഓർമ്മണ്ട? ധാന്യങ്ങൾ കംപ്ലീറ്റ് തിന്ന് ഓർമ്മണ്ട? ഇതൊക്കെ ആർക്കാ സംഭവിച്ചുള്ളത്? ബനി ഇസ്രായേലിനല്ല, ഫിറഔനും ഫിറഔന്റെ കൂട്ടുകാർക്കാ സംഭവിച്ചുള്ളത്. എന്ന് പറഞ്ഞാൽ ബനി ഇസ്രായേലിന്റെ കയ്യിൽ തിന്നാനും കുടിക്കാനൊക്കെ ഉണ്ടായിരുന്നു, മറ്റവരതാ പോയത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരെന്ത് ചെയ്തിട്ടുണ്ടാവും? ബനി ഇസ്രായേലിനൊക്കെ പ്രൊവിഷൻസ് വാങ്ങിയിട്ടുണ്ടാവും. അത് വാങ്ങുമ്പോൾ വിശപ്പ് കൊണ്ട് ഇത് വാങ്ങുമ്പോൾ എന്ത് കൊടുക്കാനും തയ്യാറാ. അങ്ങനെ ഇവരെ സ്വർണ്ണൊക്കെ മറ്റൊരു കയ്യിൽ എത്തി എന്നുള്ളതാണ്. മനസ്സിലാവുണ്ടാ പറഞ്ഞത്? അങ്ങനെയാണ് ഈ സമ്പത്ത് കംപ്ലീറ്റ് ബനി ഇസ്രായേലിന്റെ കയ്യിൽ. അല്ലാതെ അടിമകളായി നിൽക്കുന്ന ബനി ഇസ്രായേലിന് ഇവിടുന്ന് സമ്പത്ത് ഇടുന്ന അങ്ങനെ ഒരു സമ്പത്ത് ഉണ്ടാക്കുന്നത്. ആ സമ്പത്താണ് കൊണ്ടുപോയിട്ട് ഇവർ എന്ത് ചെയ്യണത്? ഉരുക്കിയിട്ട് പശുവിനാക്കി ഉണ്ടാക്കിയത്. അന്നേരവും ബനി ഇസ്രായേലിനെ പിന്നെ ഇവര് ഫിറോന്റെ ആൾക്കാർ അടിമത്തത്തിൽ വെച്ചിരിക്കല്ലേ. അതെ, അപ്പൊ അവർക്ക് ആ സമയത്ത് അടിമത്തത്തിൽ വെച്ചിരിക്കുകയാണ്. കൊടുക്കാനില്ലല്ലോ. അല്ല, സ്വർണം കൊടുക്കണം. പക്ഷെ വേറെ കാര്യമുണ്ട്. അടിമത്തത്തിൽ വെച്ച സമയത്താണെങ്കിൽ പോലും ഇതിപ്പോ പണ്ടത്തെ അടിമത്തല്ല. ഇപ്പൊ മൂസ അലൈഹി ഇസ്ലാം ഉണ്ട് അവിടെ. മൂസ അലൈഹി ഇസ്ലാമിന്റെ ആ പാമ്പ് വിഴുങ്ങിയ ആ ഒരു സംഭവത്തോട് കൂടിയിട്ട് മൊത്തം ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട് ആ സൊസൈറ്റിയിൽ. എന്താ ഷിഫ്റ്റ്? എന്താ ഉണ്ടായത് അവിടെ? മൂസ അലൈഹി ഇസ്ലാം പാമ്പ് ഫിറഔന്റെ പാമ്പിനൊക്കെ തിന്ന്. ഇത് കണ്ടപ്പോഴാണ് കുറെ ആൾക്കാരൊക്കെ ബേജാറായത്. എന്തിനാ ബേജാറാവുള്ളത്? പാമ്പിന്റെ സഹായം ഭക്ഷണം. അള്ളാന്റെ സഹായം ഉണ്ട് എന്നുള്ളവര്. അതൊക്കെ ഞാൻ പറഞ്ഞതല്ല. അള്ളാഹുവിന് സഹായമുണ്ട്, അത് നമ്മൾ വിശ്വാസികൾക്കുള്ള അറിവാണത്. പക്ഷെ നിങ്ങൾ ഫിറഔന്റെയും അവരുടെ കൂട്ടരെയും ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങൾ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ഒരാള്, എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ ആധിപത്യമുള്ള ഒരു സമൂഹം, വൈറ്റ് കോളർ, അവർക്കാണെങ്കിൽ ഇഷ്ടംപോലെ ദൈവങ്ങളുണ്ട് അല്ലേ? അവർക്കാണ് എന്തുണ്ടാവണത്? വെട്ടുകിളി കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എവിടെ നോക്കിയാലും തവള, അറിയില്ലേ? ബെഡിന്റെ മുകളിലും തലക്കാന്റെ അടിയിലും പുതപ്പിന്റെ ഉള്ളിൽ എവിടെ നോക്കിയാലും തവളയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അദാബ് കൊടുത്തില്ലേ? അപ്പോൾ എന്താ ഉണ്ടായത് പറഞ്ഞാൽ, മൂസ അലൈഹി ഇസ്ലാമിന്റെ പാമ്പ് ഫിറഔന്റെ പാമ്പിനെ തിന്ന് എന്ന് പറയുമ്പോൾ എന്തേലും ഇത്ര പ്രശ്നമല്ല. അവിടെ എന്താണ് ഭയങ്കര സംഭവമായിട്ട് എന്തുകൊണ്ടാണ് മാറിയത്? ആ മൈതാനത്ത് അവരെല്ലാവരും മൂസ അലൈഹി ഇസ്ലാമിന്റെ ഭാഗത്തേക്ക് വന്നു. മൂസ അലൈഹി ഇസ്ലാമിന്റെ ഭാഗത്തേക്ക് വന്ന് മാത്രമല്ല, മൂസ അലൈഹി ഇസ്ലാം അവിടെ ഭയങ്കര ഫേമസ് ആയെന്ന് മാത്രമല്ല, സ്വാഭാവികമായിട്ടും ആൾബലം കൂടി. അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയിൽ ഫിറഔന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഉദ്ദേശിച്ച കളി നടക്കുന്നില്ല. കാരണം ഫിറഔനുള്ള ഭയം കുറേയൊക്കെ ആളുകൾക്ക് മാറി തുടങ്ങി. ഇത് മാത്രമല്ല, വേറെ വലിയൊരു പ്രശ്നമുണ്ട് അവിടെ. മൂസ അലൈഹി ഇസ്ലാമിന്റെ പാമ്പ് ഫിറഔന്റെ പാമ്പിനെ തിന്ന് പറഞ്ഞാൽ എന്തായാലും പ്രശ്നം? പാമ്പിന്റെ ഭക്ഷണം പാമ്പാ അല്ലേ? നമ്മളിപ്പോ ഒരു പാമ്പ് മറ്റൊരു പാമ്പ് തിന്നുന്നത് കണ്ടാൽ നമുക്ക് എന്തെങ്കിലും വല്ല അതിശയം തോന്നും? തോൽവിയല്ലേ വരുന്നത്? തോൽവി മാത്രമാണോ പ്രശ്നം? ഞാൻ പറഞ്ഞത് വെച്ചാല്, ആ മൈതാനത്ത് ഇത്രയധികം ആൾക്കാരെ ആരാ വിളിച്ചു കൂട്ടിയത്? ഫിറോൻ. ഖുർആനെ വിളിച്ചു കൂട്ടിയതാണ്. അതായത് അത് നമ്മൾ ഖുർആന് കഥ പറയുന്ന ഭാഗത്ത് നമ്മൾ ഇൻഷാ അല്ലാഹ് അത് ഡീറ്റെയിൽ ആയിട്ട് പറയും. എല്ലാ വീടാന്തരം പോയിട്ട് കൊട്ടി വിളിച്ചിട്ട് എത്തിച്ചിരിക്കുകയാണ്. മര്യാദക്ക് നാളെ മര്യാദക്ക് വന്നോളൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വീടറിട്ടാ. എന്താ? ഫിറഔന് മൂസ അലൈഹി ഇസ്ലാമിനെ അങ്ങോട്ട് അടിച്ച് ഫ്ലാറ്റ് ആക്കണമെന്ന് വന്ന് കണ്ടോളിങ്ങൾ. ഇതോട് പോയിട്ട് മൂസയുടെ പണികൾ തീർക്കും എന്ന രൂപത്തിനെ വിളിച്ചു കൂട്ടുന്ന ആൾക്കാരെ.
അങ്ങനെയല്ല, അവർക്കാണെങ്കിൽ യാതൊരു മോശയും ഫിറോനും തമ്മിലുള്ള അടിയിൽ മറ്റേ ബനി ഇസ്രായേലിന് എന്താ താല്പര്യം? ഒരു താല്പര്യമില്ല. പക്ഷേ നിങ്ങളിത് കണ്ടേ പറ്റൂ. നിങ്ങൾ രക്ഷകൻ എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് ഒരാൾ. ആ ആളെ ഞങ്ങൾ അങ്ങോട്ട് തീരുമാനമാക്കി തരാം, നിങ്ങൾ കാണണം. ഇനി അതോടുകൂടി ഇയാളുടെ വർത്തമാനം ഉണ്ടാൻ പാടില്ല എന്ന അവസ്ഥയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ബനി ഇസ്രായേൽ എല്ലാ ആളുകളെയും ആ മൈതാനത്തേക്ക് വിളിച്ചു കൂട്ടിയുള്ളത്, അല്ലേ? എന്നിട്ട് എന്താ സംഭവിച്ചത്? എല്ലാവരും ഓരോ കയറും വടിയും സാധനം കെട്ടൊക്കെ പാമ്പായിട്ട് നിന്നപ്പോൾ അവസാനം മൂസ അലൈഹി ഇസ്ലാം വന്നിട്ട് വടിയിട്ട് അത് നേരെ പോയിട്ട് എല്ലാ പാമ്പുകളും തിന്നു. ഇത് കണ്ടപ്പോൾ ജനതകളൊക്കെ ആകാണ് അന്തം വിട്ടുപോയി. എന്താ അന്തം വിടാനുള്ളത്? പാമ്പിൻ്റെ വേഷം പാമ്പല്ലേ. ഒരു മൂർഖൻ പാമ്പ് വന്നിട്ട് ചേരനെയും അല്ലെങ്കിൽ മറ്റുള്ള മൂർഖനെയും മറ്റേ തിന്നുമ്പോൾ അതിലെന്താ അത്ര അത്ഭുതപ്പെടാനുള്ളത്? പാമ്പിൻ്റെ വേഷം പാമ്പനല്ലേ, അല്ലേ? ഇപ്പം എന്താ അത്ഭുതപ്പെടാനുള്ളത്? അത് എന്താ അവര് മായാജാലം ചെയ്യുന്നു. ഏ? അവര് വടി പിന്നെ അതിനോ അത് കഴിച്ച വടി കൊണ്ട് തന്നെ പാമ്പും പാമ്പായത്. അപ്പൊ സി ഒന്നാമത് അവിടെ ഉള്ള പാമ്പ് ഒന്നും ഒറിജിനൽ അല്ല. അതിനാണല്ലോ ലോകത്തിലുള്ള എല്ലാ സിഹ്റന്മാരും വിളിച്ചു കൂട്ടിയത്, അല്ലേ? കൊട്ടാരത്തിന്റെ ഭാഗത്തുള്ള മിസ്റായത്ത് എവിടൊക്കെ മറ്റേ മന്ത്രവാദികളുണ്ടോ അവരെല്ലാവരും വിളിച്ചു കൂട്ടിയിട്ടാണ് മൂസനെ നേരിടുന്നത്. ശരിയല്ലേ? ആ മായാജാലം അല്ലാതെ കണ്ണു അപ്പൊ നിൽക്കുന്നതായിട്ട് മനസ്സിലായി. അവരെല്ലാരും വന്നിട്ട് ഇടുന്നത് എന്താണ്? മായാജാലം തന്നെ. അല്ലാതെ അവരാരും കൂട്ടിലാക്കിയിട്ട് വലിയ പാമ്പിന് കൊടുത്തിട്ടില്ല. മനസ്സിലാക്കണ്ട? അവരാരും വിളിച്ചപ്പോ കൂട്ടിൽ ഓരോ പാമ്പായിട്ട് വന്നവരല്ല. അവരും ഈ പറഞ്ഞ പോലെ കയറും വടിയൊക്കെ ഇട്ട് തന്നെ പാമ്പാക്കിയത്. അത് ഫിറോൻ പറഞ്ഞല്ലോ, ഇതാ മൂസ എൻ്റെ മാജിക്ക്, ഇതിനെക്കാട്ടും വലിയ മാജിക്കിനൊക്കെ ഞങ്ങളായില്ലേ, നമുക്ക് കാണാം എന്നിട്ട് ഏറ്റുമുട്ടുന്നത്. അപ്പൊ ഫിറോവിന്റെ കണക്കിന് ഇത് മേജിക്കും തമ്മിൽ ഏറ്റുമുട്ടുക. പക്ഷെ മൂസ അലൈഹിസ്സലാത്തിന്റെ കയ്യിലുള്ള മേജിക്ക് വേറെ ലെവലാ, അതുക്കും മേലെയാണ്. പക്ഷെ ഇതിന്റെ കൗതുകം എന്ന് പറഞ്ഞാൽ അവിടെ അല്ല. അതായത് നിങ്ങള് മറ്റേ ഫിറോവിന്റെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഹൈറോഗ്ലിഫിക്സും അതുപോലെ ഈജിപ്ഷ്യൻ സംഗതി കണ്ടിട്ടുണ്ടോ നിങ്ങള്? കണ്ടിട്ടുണ്ടാ? പാമ്പ് ഒരു ദൈവ മൂർത്തിയാണ്. എന്ത്? അവരെ ആരാധിക്കുന്ന ഒരു എല്ലാത്തിലും പാമ്പിന്റെ ഒരു തല ഉണ്ടാവില്ല. ആ കിരീടത്തിലൊക്കെ എല്ലാത്തിലും പാമ്പിന്റെ അവരുടെ എന്തിന്റെ മുകളില്, തലപ്പാവിന്റെ മുകളില് എന്തുണ്ട്? പാമ്പിന്റെ ഒരു നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട സാധനം? കണ്ടിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. തലയില് പാമ്പിന്റെ ഒരു പത്തി. യെസ്, തലയിലൊരു പാമ്പിന്റെ പത്തി കാണാം. തുറക്കുന്നില്ല റബ്ബേ. ഫിറഔൻ തുട്ടക്കമുൻ. ചില സംഗതികൾ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എവിടെ റബ്ബേ ഷെയറിങ്? കാണുന്നുണ്ടാ? ഇത് കണ്ട നിങ്ങള്? കണ്ടാ ഈ താഴെ മോള് കണ്ട നിങ്ങള്? അത് ഒരു പാമ്പ് കണ്ട? ഈ ഫിറഔനും പാമ്പും തമ്മിൽ എന്താ ബന്ധം? ഇതുണ്ട നിങ്ങള്? ഇതുണ്ടാ താഴെ മോള് പാമ്പ് കണ്ട നിങ്ങള്? അവരുടെ കൾച്ചറും പാമ്പും തമ്മിൽ എന്താ ബന്ധം? അധികാരത്തിന്റെ ചിഹ്നം. പാമ്പ് എന്ന് പറഞ്ഞത് വേണ്ട, വേറെ ഞങ്ങൾ ഇതാണ്ട പാമ്പ്. നിങ്ങൾ ഫിറൗനെ അടിച്ചു നോക്കിക്കോളി, എവിടെ നോക്കിയാലും താഴെ ഒരു പാമ്പ് ഉണ്ടാവും. അപ്പൊ ഫിറൗന്റെ വിഷയം എന്ന് പറഞ്ഞത്, പാമ്പ് എന്ന് പറഞ്ഞത്
ഫിറഔനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് അവരുടെ ദൈവമാണ് പാമ്പ്. അത് മാത്രമല്ല അവരുടെ അധികാരത്തിന്റെ ചിഹ്നം കൂടിയാണ്. അവരുടെ സിവിലൈസേഷനിൽ പാമ്പിന് വലിയ ഒരു റോളുണ്ട്. ഈ സ്നേക്ക് ഡാൻസ് എന്ന് പറഞ്ഞ സംഗതി പോലും നിങ്ങൾ പണ്ടത്തെ ഹൈറോഗ്ലിഫിക്സ് കാണുകയാണെങ്കിൽ ഈ ഈജിപ്ഷ്യന്മാർ കാണാൻ ഇങ്ങനെ നിൽക്കുന്നത്, നമ്മുടെ കൈ ഇങ്ങനെ കൈ നിൽക്കുന്ന ചില സംഗതി കാണാം. അത് പാമ്പായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ വിഷയം എന്ന് പറഞ്ഞാൽ ഫിറഔന്റെ അധികാരത്തെ ആരാണ് വിഴുങ്ങുന്നത്? മൂസ അലൈഹി ഇസ്ലാമിന്റെ പാമ്പ. അവൻ മൂസ അലൈഹി ഇസ്ലാമിന്റെ അധികാരം ഫിറഔന്റെ അധികാരത്തെ വിഴുങ്ങി എന്ന് പറയുമ്പോൾ അതായിരുന്നു ആളുകൾക്ക് അത്ഭുതം ഉണ്ടാക്കിയത്. അതായിരുന്നു അവിടുത്തെ പ്രശ്നം. ഇത് നമ്മൾ ഉദ്ദേശിച്ച സംഗതി അല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഫിറഔൻ ആകെ ഫ്ലാറ്റായത്. മനസ്സിലാവണ്ട? അപ്പോ ഈ തരത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഇവർക്ക് ഉണ്ടായി കൊടുത്തു. പിന്നെയോ അവർക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്ടായത്? മൂസ അലൈഹി സ്വലാം എന്താ ചെയ്തത്? ഒരു പാറയുടെ മുകളിൽ അത് അടിച്ചപ്പോ എന്തുണ്ടായത്? 12 അരുവികളായിട്ട് വന്നു അല്ലേ? പിന്നെ അവർക്ക് എന്ത് കൊടുത്തു? ഭക്ഷണത്തിന് എന്ത് കൊടുത്തു? മന്ന കൊടുത്തു. അതെന്താണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. പിന്നെ സൽവ കൊടുത്തു. സൽവ എന്ന് പറയുമ്പോൾ നമ്മുടെ കൂട്ടത്ത് സൽവ ഉണ്ട്. ഞോളി ആയിരിക്കും ഓളെ പേര് വിളിക്കാന്ന്. ഇത് സൽവ എന്ന് പറഞ്ഞാല് ഭക്ഷണാട്ടാ. ഒരു കാട പോലത്തെ പക്ഷിക്കാണ് സൽവ എന്ന് പറയാം. അത് പ്രോട്ടീനായിരുന്നു. അത് മാത്രമല്ല, ഇതിനെ പിടിക്കാൻ വേണ്ടി വരുമ്പോൾ ഇതാണ് നിൽക്കുക, ഇത് പറന്നു പോകുന്നില്ല. അപ്പൊ അവര് പോയിട്ട് പിടിക്കുന്നു, അറക്കുന്നു, തിന്നുന്നു. ഇതേന്ന് അവിടെ അവസ്ഥ. അപ്പൊ അവര് മരുഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക കേട്ടാ. അവർക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ? മന്ന. ഉച്ചക്ക് ലഞ്ച് എന്താ? സൽവ. രാത്രി എന്താ ഫുഡ്? മന്ന. പിറ്റേ എന്താണ്? സൽവ. ഈ മന്ന സൽവ എന്നുള്ള മൂന്നാമതൊരു സാധനം ഇല്ല. സ്വാഭാവികമായിട്ട് എന്താ ഉണ്ടാവുക? നിങ്ങൾ നനച്ചിങ്ങൾ രാവിലെ വെച്ചപ്പോ എന്താ? ദോശ. ഉച്ചക്ക് എന്താ? ദോശ. രാത്രി എന്താ? ദോശ. പിറ്റേ ദിവസം എന്താ? ദോശ. ഒരു 4 ദിവസം ദോശ കഴിച്ചാൽ അങ്ങനെ ഉണ്ടാവും? 4 ദിവസം വേണ്ട, 2 നേരം കഴിച്ചാൽ തന്നെ മതിയാവും. മടുക്കൂലേ? ഇത് തന്നെ ആയിരുന്നു ഇവരെ അവസ്ഥ. ഇവരിത് മടുത്ത്. അപ്പൊ മടുത്തപ്പോ അവര് പറഞ്ഞു എന്ത്? എന്താ അവർ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇങ്ങനെ ഒരു പശ്ചാത്തലത്തില് ഒരു സംഘത്തില് ഉണ്ടെങ്കിൽ എന്നും മഞ്ഞയും സൽവിയും കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് അവര് തമ്മിലൊരു സംസാരമൊക്കെ ഉണ്ടാവുമല്ലോ. അവരെന്താ പറയണത്? പണ്ട് മിസ്രിലെന്നപ്പോ എന്തായിരുന്നില്ലേ, നമുക്ക് ചീര, കക്കരി, ഗോതമ്പ്, പയറ്, ഉള്ളി ഇതൊക്കെ നമുക്ക് കിട്ടിയിരുന്നു. ഇപ്പൊ എന്താണുള്ളത്? ഒരു മഞ്ഞയും ഒരു സൽവിയുണ്ട്. മന്ന സൽവ മന്ന സൽവ മന്ന. ഇതല്ലാതെ വേറൊരു സാധനമില്ല. എന്ത് രസമായിരുന്നില്ല അന്നത്തെ കാലത്തൊക്കെ അല്ലേ? ഇതൊക്കെ നിങ്ങൾ പറയും കുവൈത്ത് വിട്ട് പോയാല്. കുവൈത്ത് വിട്ട് പോയിട്ട് നിങ്ങൾ പരസ്പരം നിങ്ങൾ വീണ്ടും എവിടെയൊക്കെ വെച്ച് കണ്ടുമുട്ടിയാൽ എന്ത് രസമെന്നില്ലേ അന്നത്തെ കാലത്ത്. നമ്മള് KFC പറയലും ഒരുമിച്ച് കഴിക്കലും പിസ്സ പറയലും എന്തായിരുന്നില്ല. ഇവിടുത്തെ പിസ്സ ഒന്നും ഒരു രസമില്ല. ഇവിടുത്തെ KFC വായ വെക്കാൻ പറ്റൂല. അതൊക്കെ നിങ്ങൾ പറയില്ല ഞങ്ങൾ നാളെ. അപ്പൊ നിങ്ങൾ പറയുമ്പോ അതിന് അർത്ഥം എന്താ? അങ്ങനെ ഒരു കൂട്ടര് പറയുമ്പോ നമ്മള് മിസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര മിസ്സിങ് എന്ന് പറഞ്ഞാല് അങ്ങനത്തെ അവസ്ഥ ഒന്നുകൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു പറയുമ്പോ പറയല്ലേ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറയാ, നമ്മുടെ ലൈല ഇമാനി എന്ത് രസമെന്നില്ല. എല്ലാവരും കൂട്ടി നമ്മൾ റൂമൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ എന്താണ് മറ്റേ കബദിലും വഫ്രയിലൊക്കെ പോയിട്ട് ഭയങ്കര രസമെന്നില്ലേ. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അമ്മൂസൊക്കെ ഉണ്ടാക്കി സലാഡൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്താണ് അതുപോലത്തെ ഒരു അവസ്ഥ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? അല്ലടോ, എത്താണ് നിങ്ങൾ ഉണ്ടാത്തത്? നിങ്ങൾ നോക്കി അപ്പൊ ഈ മഞ്ഞ സ്ഥലത്ത് മതിയായപ്പോ അവര് പറഞ്ഞു ഇത് കൊലുത്തും ഞാൻ മൂസ അല്ലയോ മൂസ അല്ല നസ്ബിറ താമിന് വാഹിദ്, ഈ ഒരേ ഭക്ഷണം കഴിച്ച് ഞങ്ങളോട് കൂട്ടിയായിട്ടില്ല. അതുകൊണ്ട് ഫതുലൻ റബ്ബക്ക, നീ നിന്റെ നാഥനോട് ചോദിച്ചു നോക്ക്. എന്ത്? യുഖ്രിജുലനാ മിമ്മ എഴുതി എന്താണ്? തുമ്പിത്തുൽ അർദു മിൻ ബഖലിഹ വ ഖിസാഹിഹ വ ഫൂമിഹ വ അദസിഹ വ ബസലിഹ. ഈ വക സംഗതിയൊക്കെ, അത് ചീര, കക്കരി, ഗോതമ്പ്, പയറ്, ഉള്ളി, ഈ വക സംഗതിയൊക്കെ ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി എൻ്റെ നാഥനോട് പറയും. ഞമ്മ റബ്ബലട്ട എൻ്റെ നാഥനോട്, ഞമ്മക്ക് യാതൊരു ബന്ധമില്ല. ഓപ്പറേറ്റ് മൂസേ, നീ പോയിട്ട് പറയും എൻ്റെ നാഥനോട്, നമ്മക്ക് നാഥം വേറെ ഉണ്ട് എന്ന കോലത്തിലാണ് ഇവർ പറയണത്. അങ്ങനെ പറഞ്ഞപ്പോ മൂസ അലൈഹി സ്വലാം അന്തം വിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നിങ്ങള്. ഇതിപ്പോ പണ്ടേരെ പറഞ്ഞ പോലെ എന്താണ്, നല്ല ഭക്ഷണം കിട്ടിയിട്ടേ നല്ല ഭക്ഷണം ഇങ്ങനെ ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ മറ്റേ എല്ലുമ്പോ കുത്തിലെ രൂപത്തിലാകുമ്പോ ഞങ്ങൾ പറയില്ലേ, കണക്ക് എല്ലുമ്പൂത്തിലാ പറയില്ലേ,
ഏ അപ്പോ അപ്പൊ ഈ വക ഭക്ഷണത്തിന്റെ പേരൊക്കെ അവർക്ക് ഇവിടുന്ന കിട്ടിയത് ബനൂ ഇസ്രായേലിന് മിസ്രിൽ നിന്നാണ് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ അവര് മിസ്രിനെ ശരിക്ക് മിസ് ചെയ്യുന്നുണ്ട്. മറ്റൊരു ഭാഷയെ പറഞ്ഞാൽ ഞങ്ങൾ ഒന്നുകൂടി ആ മിസ്രിലേക്ക് പോയിരുന്നെങ്കിൽ എത്ര നന്നാവുമായിരുന്നു എന്നാണ് ഈ പറഞ്ഞത് കേട്ടാ. അപ്പോൾ മൂസ അലൈഹി ഇസ്ലാം ഭയങ്കര അപ്സെറ്റ് ആവുക, ചോദിക്കുക അല്ലതി ഹുവ ഖൈർ, നിങ്ങൾ ഉത്തമമായ ഒരു സംഗതിയെ മാറ്റി വെച്ചിട്ട് താഴെ ഉള്ള പദാർത്ഥങ്ങളെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അതായത് മന്നയും സലവയും ആകാശത്ത് നിന്ന് അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി ഇറക്കി തരുന്ന ഭക്ഷണ, അത് വിട്ടിട്ട് നിങ്ങൾ ഈ ഭൂമിയിലത്തെ സാധനം, സ്വർഗത്തിലത്തെ ഭക്ഷണം ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഭൂമിയിലത്തെ സാധനമാണോ നിങ്ങൾ കഴിക്കാൻ പോണത് എന്നാണ് മൂസ അലൈഹി ഇസ്ലാം ചോദിക്കുന്നത്. അപ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എഹബത്തു മിസ്ര, എന്നാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെല്ലി നിങ്ങളെ മിസ്റിലേക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെല്ലി നിങ്ങളെ മിസ്റിലേക്ക് എന്നുള്ളത്. അതിനാണ് ഈ ഞാൻ പറഞ്ഞില്ലേ കൺട്രി സൈഡ് അല്ലെങ്കിൽ പട്ടണം എന്ന വാക്കിന് വ്യത്യസ്ത വാക്കുണ്ട്. അറളുണ്ട്, കറിയുണ്ട്, ബലതുണ്ട്, ഇതൊക്കെ ഉപയോഗിക്കായിരുന്നു. പക്ഷേ ഇവിടെ ഉപയോഗിച്ച പദം മിസ്ർ എന്നുള്ളത് എന്ന് പറഞ്ഞാൽ സിനോണിമസ് ആയ വാക്കാണ്. മിസ്ർ എന്ന് പറഞ്ഞ രാജ്യത്തോട് അല്ലെങ്കിൽ പട്ടണത്തോട് സാമ്യമുള്ള പദമാണ് മിസ്രൻ. അതേ പദം ഉപയോഗിച്ചു, മനസ്സിലായില്ലേ? എന്നിട്ട് പറയുന്നത് നിങ്ങൾക്ക് മിസ്രിലേക്ക് പോകണം, അന്ന് നിങ്ങൾ മിസ്രിലേക്ക് തന്നെ പോയിക്കോ, നിങ്ങൾ മിസ്ർ പോലത്തെ സ്ഥലത്തേക്ക് നിങ്ങൾ ചെല്ല്. എന്നിട്ട് അപ്പോൾ എന്തുണ്ടായത്? ആ ഭക്ഷണം അവർ ചോദിച്ചു വാങ്ങിയിട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ പിന്നെന്താ ഖുർആൻ പറഞ്ഞത്? മിസ്രിലെ പ്രശ്നം എന്തായിരുന്നു? എന്താണ് മിസ്രിലെ പ്രശ്നം എന്തായിരുന്നു? എവിടെ മിസ്രിലെ പ്രശ്നം എന്തായിരുന്നോ? മിസ്രിലെ അടിമകളായിരുന്നു. അവരടിമകളായിട്ടാ ജീവിച്ചത്. അടിമകളായിരുന്നു. അപ്പൊ അടിമ ആവുക എന്ന് പറഞ്ഞാലത്തെ പ്രശ്നം എന്താ? ഒന്ന്, അടിമയായിരുന്നു. യു മീൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ജീവിതം ഒരു ഹ്യൂമിലിയേറ്റഡ് ലൈഫായിരുന്നു. ഈ ഹ്യൂമിലിയേഷൻ എന്നുള്ളത് പദം എന്താണ് അതിന് മറ്റേ മലയാളത്തിൽ പറയാം? നിന്ദിക്കപ്പെട്ട ജീവിതമായിരുന്നു. രണ്ടാം കിട നിന്ദിക്കപ്പെട്ട ലൈഫായിരുന്നു. രണ്ടാമത്തെ അവസ്ഥ പറഞ്ഞാൽ നിങ്ങൾ അവിടെ സ്റ്റക്ക് ആയിരുന്നു. സ്റ്റക്ക് എന്ന് പറഞ്ഞാൽ ഒരു പുരോഗതിയില്ല. അതായത് ഇപ്പൊ ഇന്ന് പണ്ടത്തെ കാലത്തൊക്കെ ഒരു ആശാരിയുടെ കുട്ടി ഇന്ന് ആശാരിയല്ല, അല്ലേ? നമ്മളെ കൂടെ ഒക്കെ പഠിച്ചിട്ടുള്ള ആശാരിമാരുണ്ടെങ്കിൽ, നിങ്ങളുടെ എൻ്റെയും കൂടെ ഒക്കെ കോളേജിൽ പോയിട്ടുള്ള ആശാരിമാരുണ്ടെങ്കിൽ ഇന്നിപ്പോ നമ്മളുടെ പ്രായം തന്നെ അവർക്കുണ്ടാവുക. പക്ഷെ അവരെ മക്കളാരും ആശാരിമാരല്ല. അവരൊക്കെ വേറെ തൊഴിൽ തേടിയിട്ട് അത്യാവശ്യം പഠിച്ച് വിദ്യാഭ്യാസം നേടിക്കൊണ്ട് വേറെ തൊഴിലിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ആശാരി എന്നും ആശാരി നിന്നിട്ടില്ല, കൊല്ലനെന്നും കൊല്ലനല്ല, ബാർബർ എന്നും ബാർബറല്ല, അല്ലേ? ഇന്നത്തെ അവസ്ഥയിൽ ഒക്കെ അവരവരുടെ കരിയറിൽ മാറ്റം വന്നിട്ട് അവർ ഇംഗ്ലണ്ടിലേക്കും അമേരിക്കയിലേക്കും ഓസ്ട്രേലിയക്കും കാനഡയ്ക്കൊക്കെ പോയിട്ടുണ്ട്, കുറേ ഗൾഫിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഈ അടിമയാവുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ഇല്ല. അടിമയുടെ മക്കൾ എന്നും അടിമ തന്നെയാണ്, അതിൻ്റെ കുട്ടിയും അടിമ തന്നെയാണ്, അതിൻ്റെ കുട്ടിയും അടിമ തന്നെയാണ്. ഈ അടിമത്തം എന്ന് പറയുന്ന ഒരു സംഗതി, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അടിമത്തത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അടിമ ഉള്ള അവസ്ഥയിൽ നിന്ന് ഒരിക്കലും ഒരു മോചനം ഉണ്ടാവില്ല. ഇപ്പം ഞാൻ അടിമയാണെങ്കിൽ എൻ്റെ മോനും അടിമയാണ്, ഓൻ്റെ മോനും അടിമയാണ്, ഓൻ്റെ മോനും അടിമ. ഈ അടിമത്തം എന്ന് പറയുന്നത് ഇങ്ങനെ ആ തലമുറയോളം പോയിക്കൊണ്ടിരിക്കും. അതിൽ നിന്ന് ഒരു തരത്തിലുള്ള ഉയർച്ചയും ഉണ്ടാവില്ല. അതാണ് അപ്ഗ്രേഡ് ഉണ്ടാവില്ല, മനസ്സിലായില്ലേ? മറ്റൊരു സംഗതി മാത്രമല്ല, ഓരോ ഇടവിട്ട കൊല്ലത്തിൽ നിങ്ങൾ രാജാവിൻ്റെ കോപത്തിന് ഇരയാകും. എന്നുവെച്ചാൽ നിങ്ങളുടെ കുട്ടികൾ വധിക്കപ്പെടും, അല്ലേ? ഈ 3 സംഗതിയാണ് എന്തുണ്ടായത്? മിസ്റിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ മൂസ അലൈഹി ഇസ്ലാം പറയാണ്, നിങ്ങൾ ഇഹ്ബിതു മിസ്റൻ ഫഇന്ന ലക്കും മാ സഅൽതും, നിങ്ങൾ എന്താണോ ചോദിച്ചത് അത് നിങ്ങൾ പട്ടണത്തേക്കാണ് കടന്നോളി, മിസ്റിലേക്കാണ് പോയിക്കോ, കിട്ടുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇവർ ഉദ്ദേശിച്ച എന്തായിരുന്നു? ഉള്ളിയും കക്കരിയും മറ്റേ ബസറും പയറും പരിപ്പൊക്കെ ആയിരുന്നു. പക്ഷേ മൂസ അലൈഹി ഇസ്ലാം എന്താ പറയുക, നിങ്ങൾ ചോദിച്ചെങ്കിൽ കിട്ടും പറയുന്നത്. നിങ്ങൾക്ക് ചോദിച്ചത് മിസ്റല്ലേ, നിങ്ങൾക്ക് വേണ്ടത് ഈജിപ്റ്റ് അല്ലേ? ഈജിപ്തിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നോ അത് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് പറഞ്ഞത്. അതാണ് അതിന് ശേഷമുള്ള ആയത്ത് പറഞ്ഞത്, വളുരിബത്ത് അലൈഹിം, അവർക്ക് എന്താ കിട്ടിയത്? അള്ളാഹു അവർക്ക് എന്താ കൊടുത്തത്? അതില്ല. എന്താ അതില്ല? നിന്യത. ആദ്യം എന്ത് ചെയ്യുന്ന അവിടെ നിന്യത ഉണ്ടായിരുന്നു. വൽ മസ്കന, എന്താ മസ്കന? ദാരിദ്ര്യം എന്ന് മാത്രമല്ല, അതായത് എന്നും ആ അവസ്ഥ.
വബാഊ ബിഗദബിൻ മിനല്ലാഹ്. അവർക്ക് എന്ത് കിട്ടി? അള്ളാഹുവിന്റെ കോപം ലഭിച്ചു. ആദ്യത്തെ കോപം ആരുടെയായിരുന്നു? ഫിറഔന്റെ ആയിരുന്നു. ഇപ്പൊ ആരുടെ കോപം? അള്ളാഹുവിന്റെ കോപമാണ് അവർക്ക് കിട്ടിയത്. അപ്പോ മറ്റൊരു ഭാഷയെ പറഞ്ഞാല് നിങ്ങൾക്ക് ഈജിപ്തിലെ വേണ്ടത്, ഈജിപ്തിൽ കിട്ടിയൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? അതിനേക്കാൾ മോശമായ ഒരവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ എത്തിച്ചു എന്നുള്ളതാണ്. ഇതാണ് അവിടെ തന്നെ അല്ല മിസ്റിലല്ല, അതായത് ഒരു പട്ടണത്തില്, പക്ഷേ ഈജിപ്തിന് അതിനെക്കാട്ടി മോശമായ അവസ്ഥയിൽ എത്തി എന്നുള്ളതാണ്. അവര് സീന താഴ്വരയിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അല്ലെ? അല്ല, സീന താഴ്വരയിൽ കൂടെ മരുഭൂമിക്ക് പോകുമ്പോൾ തന്നെ ഒരുപാട് പട്ടണങ്ങൾ ആ ഭാഗത്തുണ്ട്. ഒരു പട്ടണത്തിൽ കയറിക്കൊണ്ട് അള്ളാഹു എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് പട്ടണം വേണമെന്നപ്പം നിങ്ങൾക്ക് ജീവിക്കാൻ സ്ഥലം വേണമല്ലോ, നിങ്ങൾ പോയിക്കോളി, അവിടെ പോയി യുദ്ധം ചെയ്തോളി. യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ വിജയം നിങ്ങൾക്ക് ഉറപ്പാ, അത് നിങ്ങൾ അവിടെ പാർത്തോളി എന്നുള്ളത് പറഞ്ഞപ്പോൾ അവർ എന്താണ്? അന്ത റബ്ബുക ഖാതില ഫഹൗന ഖായിദു, നീ എൻ്റെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്തോ, ഞങ്ങളുടെ ഉത്തരിക്കാന്ന്. അപ്പോഴല്ല പറയുന്നത്, എന്നാൽ അങ്ങനെ നിങ്ങൾ നടക്കട്ടെ, 40 വർഷം നിങ്ങളാണ് അലിഞ്ഞോളിയും പറഞ്ഞത്. അപ്പോൾ അവർ ചേർന്ന് വാങ്ങിയതാണ്. അവർക്കൊരു സംവിധാനം കാര്യം അള്ളാഹു ഉണ്ടാക്കി കൊടുത്തപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്തു? അത് പുറങ്കാലോട് തട്ടിക്കൊണ്ട് അവർ വേണ്ട എന്ന് വെച്ചു. അപ്പോൾ അള്ളാഹ് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ എന്താണ് നടക്കുക പറഞ്ഞു. അതാണ് ഇന്നും അവർക്ക് ഒരു സ്ഥലം കിട്ടാതെ ഇന്നും അവർ അലിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ശാപാണത്. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പം ഇതാണ് രണ്ട് പദങ്ങൾ, ഒരേപോലെ തോന്നുന്ന രണ്ട് പദങ്ങൾ വെച്ചിട്ട് അള്ളാഹു ഇവിടെ എന്ത് ചെയ്യണം? ഫിഗർ ഓഫ് സ്പീച്ച് എന്ന രൂപത്തിൽ കൊടുത്തിട്ടുള്ളത് കേട്ടാ. അതോടുകൂടി നമുക്ക് ഇന്നത്തേക്ക് അവസാനിപ്പിക്കാം. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് സിമിട്രി ഇൻ ദ ഖുർആനാണ്. എന്താ സിമിട്രി എന്ന് പറഞ്ഞാൽ? സാമ്യത. ഓക്കെ. അപ്പോൾ സിമിട്രി ഇൻ ദ ഖുർആനിൽ ഒരു ഖുർആന്റെ ഓർഡർ, സൂറയുടെ ഓർഡർ, ഇതൊക്കെ ആയിരിക്കും ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് നോക്കാം. എങ്ങനെയാണ് ഹൗ ആർ സൂറാസ് കണക്റ്റഡ്, ഹൗ ആർ ആയാസ് കണക്റ്റഡ് എന്നുള്ളതിനൊക്കെ കുറച്ച് 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഇതിൽ കടന്നു പോവാം കേട്ടാ. അപ്പം ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.